നമസ്കാരം. നമസ്കാരം. ഇസ്രായേൽ പാലസ്തീൻ വിഷയം നീതി ആരുടെ പക്ഷത്ത് എന്നുള്ള അഭിലാഷ് മോഹനുമായിട്ടുള്ള സംവാദം കാണുകയുണ്ടായി. യൂട്യൂബിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏകദേശം 1,00,000 പുറത്ത് ആൾക്കാർ ഈ സംവാദം കണ്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആ സംവാദത്തില് ഏഹ്, ടോമി സെബാസ്റ്റ്യൻ ഉന്നയിച്ച ചില കാര്യങ്ങളുടെ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ടോമിക്ക് പറ്റിയ ചില തെറ്റുകളോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനങ്ങളായിട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ ഈ സംവാദത്തില് ആദ്യമായിട്ട് 2 സംവാദകരും പറയുന്ന വാദങ്ങൾ അതിന്റെ റെഫറൻസുകൾ, ലിങ്കുകൾ നമ്മൾ സംവാദ വീഡിയോയുടെ താഴെ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റെഫറൻസുകളിൽ ചിലതിലൊക്കെ ചില തെറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യാന്വേഷകരായ ചിലർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മളോട് കൂടിയിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഈ സംവാദത്തില് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രദേശത്തിനെ നേരെ നടത്തിയ ഒരു അധിനിവേശമാണല്ലോ പ്രധാനപ്പെട്ട വിഷയമായിട്ട് സംവാദത്തില് ഒരു സംവാദകൻ ഉന്നയിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഡേവിഡ് ബെൻഗൂറിയൻ. അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് 1937 തന്നെ അദ്ദേഹത്തിന്റെ ഡയറിയില് ഈ ഗലീലി പ്രദേശം പൂർണ്ണമായിട്ടും സ്വന്തമാക്കണം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയ ഒരു വ്യക്തി, അതായത് അന്നേ ഭാഗം കീഴടക്കുക എന്നുള്ള ആ ഒരു ആശയം മുൻനിർത്തി വന്ന ഒരു വ്യക്തിയാണ് പിന്നെ പ്രധാനമന്ത്രിയായിട്ട് മാറിയത്. അപ്പൊ അങ്ങനെയുള്ള ഇസ്രായേൽ പക്ഷത്ത് നിന്ന് എങ്ങനെയാണ് അവർക്ക് നീതി എന്ന് പറയാൻ പറ്റുന്നത്? അത് കൃത്യമായ ഒരു അധിനിവേശത്തിന്റെ ഒരു തെളിവ് തന്നെയല്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ. താങ്ക് യു രാകേഷ്. ആദ്യമേ തന്നെ വീണ്ടും ഒരു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഡേവിഡ് ബെൻഗൂറിയൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി അത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡയറിയിൽ എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതൊരു സ്വകാര്യ അഭിപ്രായം മാത്രമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്നാണ് അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, നമുക്കിത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഒരു വലിയൊരു സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുമ്പോട്ട് പോയത്. ഈ കോൺഗ്രസിന്റെ വലിയ അനിഷേധ്യ നേതാക്കളായി പ്രവർത്തിച്ചിരുന്ന ഒട്ടനവധി ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ അതുവരെ മുന്നോട്ട് വെച്ചിരുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നിറവേറ്റി, അതുകൊണ്ട് ഇനി അതിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു പോവുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഉദാഹരണത്തിനായിട്ട് ജയപ്രകാശ് നാരായൺ, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വലിയ വക്താവായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ മുൻപോട്ട് നിന്നത്, അത് സാധിച്ചു, ഇനി ഞാൻ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആചാര്യ കൃപലാനി, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൻ്റെ അകത്ത് പുറത്തുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹം കിസാൻ മസ്ദൂർ സംഘ് എന്ന് പറയുന്ന നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന മറ്റു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് ആയിരിക്കുന്ന ആശയത്തോടൊപ്പമൊക്കെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് ബെൻഗൂറിയൻ സയനിസം എന്ന് പറയുന്ന ആശയത്തോടൊപ്പം നിന്ന ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ എന്നതുപോലെ സംശയമാണ്, എങ്കിലും അങ്ങനെ ഉണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷനുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. അദ്ദേഹം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ തോതിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ജയപ്രകാശ് നാരായണന്റെ കാര്യത്തിലും ആചാര്യ കൃപലാനിയുടെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ അതിന്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. ബിഫോർ 1948 സയനിസം വാസ്, ബെൻഗൂറിയന്റെ അഭിപ്രായമാണേ, Zionism was a national liberation movement to establish a Jewish homeland in Palestine. Ben-Gurion was one of the central leaders guiding both political and military effort to bring out the statehood. After 1948, one of the states, Israel, was declared. Ben-Gurion argued that Zionism had fulfilled its primary mission. He believed the center of Jewish national life must be shift to Israel itself, and the Zionist activity abroad should be directly mainly towards Aliyah, that's the Jewish immigration to Israel. അതായത് അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും അദ്ദേഹം തിരുത്തൽ വരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയത്.
ഈ ഒരു കാര്യത്തിൽ അഭിലാഷ് മോഹൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ മുമ്പോട്ട് വരുന്ന ഒരു രാജ്യത്തിനൊപ്പം നീതി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അഭിലാഷ് ചോദിക്കുന്നത്. ഓൺ ദ സെയിം ടൈം മറുഭാഗത്ത് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി മുൻപോട്ട് നിന്ന ആളാരാണ്? യാസർ അറാഫത്താണ്. യാസർ അറാഫത്ത് അതിന് മുൻപ് ചെയ്തിരിക്കുന്ന, അദ്ദേഹം ഡയറിയിൽ എഴുതുകയല്ല ചെയ്തത്, അവരുടെ PLOയുടെ ചാർട്ടറിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങി നടത്തിയിരിക്കുന്നത് വിമാന റാഞ്ചലുകൾ, കൂട്ടക്കൊലകൾക്കുള്ള ആസൂത്രണങ്ങൾ, മ്യൂണിക് സംഭവങ്ങൾ, സൈനികമായ അട്ടിമറികൾ, ഇങ്ങനെയുള്ള ഫിയദീൻ അറ്റാക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അട്രോസിറ്റികളും ചെയ്ത ആളാണ് പലസ്തീന്റെ നേതാവ്. അപ്പൊ പലസ്തീന്റെ ഇത്തരത്തിലുള്ള ഒരു നേതാവ് മുന്നോട്ട് വന്ന രാഷ്ട്രത്തിന് ഒപ്പം നീതി ഉണ്ടാകുമോ എന്ന ചോദ്യവും അതേപോലെ തന്നെ പ്രസക്തമാണല്ലോ. അപ്പൊ അവിടെ അഭിലാഷ് ആ കാര്യം മിണ്ടുന്നേയില്ല. അഭിലാഷ് നേരെ മറിച്ച് ഇസ്രായേലിൽ പണ്ട് ഒരിക്കൽ പ്രധാനമന്ത്രി ആയിരുന്ന ആൾ പണ്ട് അയാളുടെ സ്വകാര്യ ഡയറിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തെ മൊത്തം ആളുകളും തെറ്റാണ്, ആ രാജ്യത്തിനൊപ്പമേ നീതിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് അതിൽ തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാദമാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ ഇതിന്റെ ഓതന്റിസിറ്റി കറക്റ്റ് അല്ല. രണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായം പിന്നീട് മാറ്റിയതിനു ശേഷമാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയത്. മൂന്നാമത്, ഇതേപോലെയുള്ള മറ്റ് സംഭവത്തിൽ യാസർ അറാഫത്തിനെ അവർ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് അവസാനം വരെ യാസർ അറാഫത്ത് ആ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവും അവരുടെ വാർ ഹീറോയും എല്ലാം ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു രാജ്യത്തിന്റെ എന്താണ്, ഒരു ഭരണഘടനയുള്ള രാജ്യത്തെ സംബന്ധിച്ച് അവിടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ബെൻഗൂറിയൻ, എനിക്ക് തോന്നുന്നു 1955 തെരഞ്ഞെടുപ്പിൽ വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അടുത്ത തവണയായപ്പോൾ അദ്ദേഹത്തെ മാറ്റി. ഇനി അദ്ദേഹം അതാണല്ലോ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരിക്കലും ഒരാൾ വന്നു, അയാൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ മാറ്റിയിട്ട് അടുത്തയാളെ അവിടെ ആ സ്ഥാനത്തേക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. തിരിച്ച് പലസ്തീനിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. പലസ്തീനിൽ ആരാണോ ഒരിക്കൽ നേതാവ്, അയാൾ മരിക്കുന്നത് വരെ അയാൾ തന്നെയാണ് നേതാവ്. അതല്ല, അതില് അഭിലാഷ് മറ്റു കാര്യം കൂടെ പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാര്യം കൂടെ സൂചിപ്പിച്ചായിരുന്നല്ലോ. എനിക്ക് പീൽ കരാറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഈ ഓസ്ട്രേലിയയിലൊക്കെ അവിടുത്തെ തദ്ദേശീയ ആൾക്കാരെ കൂടുതൽ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ഈ പാലസ്തീൻ പ്രദേശത്തെ ആൾക്കാരെ കൂടുതൽ സംസ്കാര സമ്പന്നനാക്കി മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ ഈ അധിനിവേശത്തിന്റെ തെളിവായിട്ട് അഭിലാഷ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇതും ഇതേപോലെ തന്നെ ബ്രിട്ടൻ അതിനെ അനുകൂലിച്ചു എന്നുള്ള രീതിയിൽ. അതെ, ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഡോക്യുമെന്റ്. അതായത് നമ്മൾ ഒരാളുടെ എവിടെയെങ്കിലും സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന കാര്യമല്ല ഒരു രാജ്യത്തിന്റെ ഒഫീഷ്യൽ ആയിരിക്കുന്ന കുറെ തീരുമാനങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ഈ പറയുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പോലും ഒരു ഘട്ടത്തിൽ ആന്റി ജൂഷായി പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അന്നേരം അയാൾ പറയുന്നത്, ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നിടത്ത് അവിടുത്തെ യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള ഒരൊറ്റ എത്നിസിറ്റിയിലൊന്നും ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നവര് ഫെല്ലാഹിനികൾ എന്നറിയപ്പെട്ട ഒരു വളരെ ദരിദ്രമായിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒരു അടിമ ഒരു രാജ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബെയ്റൂട്ടിലും കെയ്റോയിലും ദമാസ്കസിലും ഉണ്ടായിരുന്ന, ഗ്രീസിലുമൊക്കെ ഉണ്ടായിരുന്ന ചില സമ്പന്ന ജന്മി കുടുംബങ്ങളുടെ ഭൂപ്രദേശത്ത് അവിടെ അടിമ ജീവിതം നയിച്ചിരുന്ന ആളുകളാണ് ഈ പറഞ്ഞിരുന്ന ഫെല്ലാഹിനികൾ എന്നറിയപ്പെടുന്ന പലസ്തീനി അറബികൾ. അതേക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് അവര് കൃഷി ചെയ്തുണ്ടാക്കുന്നതിന്റെ 2/3 ഭാഗം ഈ ജന്മികൾക്ക് പാട്ടമായിട്ട് കൊടുക്കണം. ബാക്കിയുള്ളത് 1/3. ആ 1/3 ഒരു ഭാഗം ഒട്ടോമൻ സാമ്രാജ്യത്തിന് നികുതിയായിട്ടും കൊടുക്കണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിന്റെ അടുത്തേക്ക് ഇതൊരു രാജ്യമാക്കി മാറ്റുമ്പോൾ അവിടെ കുറെ മാറ്റങ്ങൾ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലേ? ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും ശരിയാണ്. അതെ, ശരി, മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. 1942 ശേഷം ഇതുവരെയുള്ള പാലസ്തീന്റെ ഒരു വളർച്ചയുടെ തുറന്ന ജയിലിൽ നിന്നും നമുക്ക് പറയാനും കഴിയില്ല. ഇതില് ഈ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തേണ്ട കുഴപ്പം, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ ഇതില് നമ്മള് ബെൻഗുറിന്റെ കാര്യം പറയും, പക്ഷെ അതേസമയം യാസർ അറാഫത്തിന്റെ കാര്യം നിശബ്ദമായി, അവിടെ അത് മിണ്ടുകയില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ 47-ലെ ആ കാലഘട്ടത്തിന്റെ കാര്യം വിശദീകരിക്കുമ്പോഴും ആ യുദ്ധത്തിന് ശേഷം പലസ്തീൻ പ്രദേശത്തെ 70% ഭൂമിയും ഇസ്രയേൽ കീഴടക്കി. അതേപോലെ അവിടുത്തെ അറബ് തദ്ദേശീയവാസികളെ അവിടുന്ന് ആട്ടിപ്പായിച്ചു എന്നൊക്കെ അതിവൈകാര്യമായിട്ട് പറയുമ്പോഴും അതിന്റെ മറുകാരണങ്ങൾ നിശബ്ദമായിരിക്കും. എന്തുകൊണ്ടാണ് ആ യുദ്ധം ആരംഭിച്ചത്, എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായെന്നുള്ളതിനെ പറ്റി പൂർണ്ണമായിട്ടൊരു വിലയിരുത്തൽ അവിടെ പറയില്ല. എപ്പോഴും ഒരു പക്ഷം നിന്നുകൊണ്ട് മാത്രമായിരിക്കും സംസാരിക്കുന്നത്.
അതെ അതെ, അത് നാണയത്തിന് ഒരു വശം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് പറയുന്നത്. അവിടെ നിന്ന് 7,00,000 ആളുകളെ ആട്ടിപ്പായിച്ചു എന്ന് പറയുമ്പം തൊട്ടടുത്തുണ്ടായിരുന്ന ഈ യുദ്ധത്തിന് വന്ന രാജ്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് 8,50,000 ആളുകളെ ആട്ടിപ്പായിച്ചു. 7,00,000 8,50,000 വലുത്. അവിടെ അത് ഉം. അവർ ഒരു കാര്യത്തിന് പോലും നിൽക്കുന്നില്ല. ഇനി അവിടുന്ന് ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് പറയുമ്പം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ സ്ഥലം എന്ത് ചെയ്ത് അവര് തല ചുമന്നുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അത് സർക്കാർ ഏറ്റെടുക്കും. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവരുടെ സ്ഥലം പാകിസ്ഥാൻ സർക്കാർ ഏറ്റെടുക്കും. അതാണ് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നത്. അതാണ് അവിടെയും നടന്നിരിക്കുന്നത്. അവിടെ അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കർഷകരുടെ സ്ഥലം മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു, ഇസ്രായേൽ അത് ഏകപക്ഷീയമായി പിടിച്ചെടുത്തു എന്ന് പറയുന്നു. പിടിച്ചെടുത്തത് എന്തിനാണ്? മറ്റു വശത്ത് അപ്പുറത്തെ വശത്ത് നിൽക്കുന്നവർ അവിടുന്ന് പുറത്താക്കിയ മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കണം. അല്ലാതെ ഇസ്രായേലിന് മാത്രമായിട്ട് ഭൂമി വലുതാകുന്നൊന്നുമില്ലല്ലോ. അല്ല, അന്നത്തെ UN പ്രമേയം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിലും അവിടെ ആ ഭാഗത്ത് നിശബ്ദനായിരിക്കും. അതെ, എന്തുകൊണ്ടാണ് യുദ്ധത്തിന് കാരണമായെന്നുള്ള അതെ, അഭിലാഷ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് 1967 അതിർത്തികളിലേക്ക് മടങ്ങണം എന്ന് UN 1974 പ്രമേയം പാസാക്കി. ആ UN പ്രമേയം പോലും നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് അഭിലാഷ് ചോദിച്ചത്. അപ്പം 45 ഒരു UN പ്രമേയം ഉണ്ടായിരുന്നല്ലോ, അത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോ വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് അഭിലാഷ് അവിടെ എടുക്കുന്നത്. സത്യത്തിൽ ഈ ചരിത്രത്തെ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കാത്ത ബഹുഭൂരിപക്ഷം ആളുകളുടെയും മുമ്പിൽ ഇത്തരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങൾ ഒരു ഇത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയം കൂടുതൽ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. അതുപോലെ ഓസ്ലോ കരാറിന്റെ കാര്യം, ഈ ഓസ്ലോ കരാറിന്റെ പരാജയത്തിന്റെ കാര്യവും പൂർണ്ണമായിട്ടും ഒരു പക്ഷത്തിലേക്ക് തന്നെ അതിന്റെ കുറ്റം ആരോപിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറഞ്ഞു, നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ, ഇസാഖ് റബിനെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതായത് എന്താ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? ഇസ്രായേൽ ഗുണ്ടകളല്ല, സോറി, ഇസ്രായേൽ ഗുണ്ടകളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ടോണിലാണ് അത് വൈകാരികമായിട്ട് ഇങ്ങനെ പറയുന്നത്. ഈ ഓസ്ലോ കരാറിന്റെ പരാജയത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ആണോ അത്? അല്ലെങ്കിൽ ഈ ഇസാഖ് റബിന്റെ കൊലപാതകമാണോ അത്? കൊലപാതകം കൊണ്ട് അത് ഇസ്രായേൽ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ അതിന്? അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓസ്ലോ കരാർ ഒപ്പിട്ടതിന് ശേഷം വന്നിരിക്കുന്ന സംഭവങ്ങൾ അതിന്റെ ടൈം ലൈനിലൂടെ നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടൈം ലൈൻ എത്രാമതായിട്ടാണ് ഇസാഖ് റബീൻ കൊല്ലപ്പെട്ടതെന്ന് നോക്കിയാൽ നമുക്ക് കാര്യം വ്യക്തമാകുമല്ലോ. ഓസ്ലോ കരാർ സെപ്റ്റംബർ 1993 സെപ്റ്റംബർ 13 ഒപ്പുവെക്കുന്നു. അതിനുശേഷം 94 മെയ് 10 യാസർ അറാഫത്തിന്റെ ജോഹന്നാസ്ബർഗ് പ്രസംഗമുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടെന്ന് കണ്ടു നോക്കാം. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ കാണിച്ചത് ഒരു തക്കിയാണ്. പണ്ട് അറേബ്യയിൽ ഹുദൈബിയ കരാറിൽ മുഹമ്മദ് ഒപ്പിട്ടതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ഒപ്പിട്ടു. ഈ സമയം കൊണ്ട് ഹുദൈബിയ കരാറിൽ അന്ന് മുഹമ്മദ് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അവരുമായിട്ട് ഒപ്പിടുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് അറ്റാക്കിന് പോവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ മാന്യമായിട്ട് ജീവിക്കും. ആ സമയം കൊണ്ട് നമ്മൾ ആയുധ സമാഹരണം നടത്തണം, എന്നിട്ട് അവർ വീക്ക് ആയിരിക്കുന്ന സമയം നോക്കി തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്തതാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സന്ധി ആണ് ഞാൻ ഇവിടെ ചെയ്തതെന്നാണ് യാസർ അറാഫത്ത് പറഞ്ഞത്. ആ പ്രസംഗം നടക്കുന്നത് 10 മെയ് ആണ്. അതിനെ തുടർന്നായിട്ടാണ് അവിടെ ഈ ഫിദൈൻ സംഘങ്ങൾ എന്നും പറഞ്ഞിട്ട് ആത്മഹത്യാ സ്ക്വാഡുകൾ തലങ്ങും വിലങ്ങും പറന്നു നടന്നിട്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ കൊന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 94-95 വർഷങ്ങളിൽ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതില് 95 ഇനി ഇസാഖ് റബീൻ കൊല്ലപ്പെട്ടത് 1995 നവംബറിലാണ്. നവംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പം അതുവരെയും എത്രയോ ആത്മഹത്യാ സ്ക്വാഡുകളാണ് ഉണ്ടായത്. 6 ഏപ്രിൽ 1994 അഹൂല ബോംബിങ്, അതിൻ്റെ അകത്ത് 8 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു, 50 പേര് ഗുരുതരമായി പരിക്കേറ്റു. 13 ഏപ്രിൽ ഹാഡറ ബോംബിങ്, അതിൻ്റെ അകത്ത് 5 ആളുകൾ കൊല്ലപ്പെട്ടു, 30 പേര് പരിക്കേറ്റു. 19 ഒക്ടോബറിന് ടെൽ അവീവിൽ നടന്നിരിക്കുന്ന ബോംബിങ്, സൂയിസൈഡ് ബോംബിങ്ങിൽ 22 പേർ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്കേറ്റു. 19 ജനുവരി 95 ബെയ്റ്റ് ലിഡ് എന്ന് പറയുന്ന അറ്റാക്കിൽ 21 പേർ മരണപ്പെട്ടു, 69 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 95 ഏപ്രിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായിട്ട് നടന്നിരിക്കുന്ന സൂയിസൈഡ് ബോംബുകളിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു. 21 ഓഗസ്റ്റ്
റമാറ്റ് ബോംബിങ്ങിൽ 5 പേർ കൊല്ലപ്പെട്ടു, 89 പേർക്ക് പരിക്കേറ്റു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇസ്ഹാഖ് റാബിന് കൊല്ലപ്പെട്ടത്. അപ്പൊ കൊല്ലപ്പെട്ടത് കൊണ്ടല്ല ആ പ്രശ്നം വരികയത്, അതിനു മുൻപ് ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇസ്ഹാഖ് റബീൻ കൊല്ലപ്പെട്ടതിന് ശേഷം 25 ഫെബ്രുവരി 2006 ജെറുസലേം ബോംബിങ്ങിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. മാർച്ച് 3-ാം തീയതി 19 പേര് കൊല്ലപ്പെട്ടു. മാർച്ച് 4-ാം തീയതി ടെല്ലവീവ് സ്ഫോടനത്തിൽ 13 പേര് കൊല്ലപ്പെട്ടു. 30 ഇതിന് ശേഷമാണ് നെതന്യാഹു അധികാരത്തിലെത്തുന്നത്. അപ്പൊ നെതന്യാഹു അധികാരത്തിലെത്തുമ്പോൾ ഓസ്ലോ കരാറിനെ നശിപ്പിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒട്ടനവധി ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് നെതന്യാഹു പറയുന്നത്, ഈ ഇത്രയും പരിപാടി കാണിച്ചവരുമായിട്ട് നമുക്കിനി ആ സന്ധി മുമ്പോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള ഒരു സംശയത്തിൽ, അദ്ദേഹം പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല, അദ്ദേഹം അതുകൊണ്ടായിരിക്കണം ആ ഓസ്ലോ കരാറിന് മുമ്പോട്ടുള്ള സ്പീഡ് നെതന്യാഹു അങ്ങ് കുറച്ചു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ എന്നിട്ടും ഈ ആത്മഹത്യാ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നിന്നില്ല. അങ്ങനെ 2000 കാമ്പ് ഡേവിഡ് സമ്മിറ്റ് നടക്കുന്നു. അതിനെ അവർ ഉഴപ്പിക്കളയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ജെറുസലേം അവർക്ക് പൂർണ്ണമായിട്ടും സ്വന്തമായിട്ട് കൊടുക്കണം എന്നുള്ള വാശിയുടെ പുറത്തായിരുന്നു. ഇനി 2002 താബ സമ്മിറ്റ് ഉഴപ്പിക്കളയുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്തിഫാദ എപ്പോഴാണ് തുടങ്ങിയത്, അതിന് മുമ്പല്ലേ, രണ്ടാം ഇന്തിഫാദ 2000 തുടങ്ങിയത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഒന്നാമത്തെ ഇന്തിഫാദ തുടങ്ങിയിട്ട് അത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു, മൗനമായിട്ട് സപ്പോർട്ട് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഈ ഓസ്ലോ കരാർ പരാജയപ്പെട്ടത്. അതെ, ഇവിടെ കണക്കുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ആ സംവാദത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു തർക്കം ഉണ്ടായിരുന്നത് ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെയൊക്കെ കണക്കുകളുടെയൊക്കെ കാര്യത്തിലാണ്. അഭിലാഷ് എപ്പോഴും അത് ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. 60,000-ഓളം പേർ കൊല്ലപ്പെട്ടു, 18,500 കുട്ടികൾ, 18,500 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ ഈ കൊല്ലപ്പെട്ടതിൽ 70% ആൾക്കാരും സ്ത്രീകളും കുട്ടികളുമാണ്. ഇങ്ങനെയുള്ള ആ ഒരു കണക്കുകളിൽ അതിന്റെ സോഴ്സുകളെ പറ്റിയുള്ളൊരു തർക്കം പ്രധാനമായിട്ടും അതിൽ കണ്ടു. അതിലെ ഒരു ക്ലാരിറ്റി എന്താണ് ടോമിക്ക് പറയാനുള്ളത്? അതിപ്പോ പലയിടത്തും ഒരു ചെറിയ ഇവരുടെ ചില ഗ്രൂപ്പുകളൊക്കെ ഒരു ചെറിയ ട്രോളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് അഭിലാഷ് പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നീ കണക്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു ഡേറ്റയും അവതരിപ്പിച്ചില്ലല്ലോ. അപ്പൊ ടോമി സെബാസ്റ്റ്യൻ ഒരു ഡേറ്റയും ഇല്ലാതെ വന്നിട്ടാണ് ഈ പറയുന്നത് എന്ന് ടോമി സെബാസ്റ്റ്യൻ തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കോണ്ടക്സ്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഈ മരിച്ച ആളുകളെ സംബന്ധിച്ച് ഞാനൊരു ഡേറ്റയും പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞ ഡേറ്റയെ അനലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ അഭിലാഷ് പറഞ്ഞത് 60,000 ആളുകളെ, നിരപരാധികളായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യരെ കൊന്നുകളഞ്ഞില്ലേ, അത് നീതിയാണോ എന്നുള്ളതാണ് അഭിലാഷ് ചോദിച്ചത്. അപ്പോഴാണ് ഞാനത് ചോദിച്ചത്, ഈ 60,000-ന്റെ കണക്ക് അഭിലാഷിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? കാരണം അവിടെ മാധ്യമങ്ങളെയൊന്നും അനുവദിക്കുന്നില്ല. ഹമാസ് അനുവദിക്കാത്ത ഒരു മാധ്യമവും ഇല്ല. CNN-ന്റെ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, അയാളും ഹമാസിന്റെ ഒരു പ്രവർത്തകനാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് CNN അവിടെ നിന്നും അയാളെ പിൻവലിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ നമ്മൾ ഏത് മാധ്യമം എടുത്തു നോക്കിയാൽ മിക്കവാറും എല്ലാത്തിന്റെ അകത്തും അടിയിൽ എഴുതിയിരിക്കും എന്ന് ഗാസൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഗാസൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹമാസിന്റെ അറിയിപ്പാണ്, അല്ലാതെ വേറെ ഇവരുടെ റിപ്പോർട്ടിംഗ്, ഒറിജിനൽ റിപ്പോർട്ടിംഗ് അല്ല. അപ്പോ അവരുടെ തന്നെ വെബ്സൈറ്റിൽ എസ്റ്റിമേറ്റ് കണക്കുകളാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തില്. ഉണ്ട്. അവര് പറഞ്ഞു, അതായത് ഇവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ആളുകൾ, ഈ IDF അവിടെ നിന്ന് പലയിടത്തു നിന്നും ഡ്രോൺ വെച്ചും ഒക്കെ ആയിട്ട് പലരുടെയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവരിത് വെച്ചിട്ട് അവരുടെ ഈ AI ടൂളുകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും മരിച്ചവരുടെ കണക്കിൽ വന്നിരിക്കുന്ന പല ആളുകളും അതിലൂടെ ഓടി നടപ്പുണ്ട്. അപ്പൊ അതൊക്കെ പലർത്തും പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവർ പെട്ടെന്ന് അവരുടെ ലിസ്റ്റിന്റെ അകത്തുണ്ടായിരുന്ന 3,400 പേര് മരിച്ചവരെ പെട്ടെന്ന് അവർ വെട്ടിമാറ്റിയിട്ട് അവർ മരിച്ചിട്ടില്ല എന്നാക്കി. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് അത് തിരുത്തേണ്ടി വന്നത്. അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കണക്കുകളിൽ 46.8% കണക്കുകളും ഞങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും കോട്ട് ചെയ്യുന്നതാണ്, കറക്റ്റ് ആയിട്ടുള്ള ഇതില്ല. പക്ഷെ അഭിലാഷ് അവിടെ പറഞ്ഞത് എന്താണ്, റിക്കവർ ചെയ്ത ബോഡികളുടെ എണ്ണം മാത്രമാണ് 60,000. തകർന്ന കെട്ടിടത്തിന്റെ അടിയിലൊക്കെ കിടക്കുന്ന ഇതിനേക്കാൾ കൂടുതൽ വരുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം, ഞാനത് നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവര് പറഞ്ഞ കാര്യം അനുസരിച്ചാണെങ്കിൽ അവരുടെ കണക്കിന്റെ അകത്ത് 54% മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പം റിക്കവർ ചെയ്ത ബോഡി അല്ല ഇവിടെ ഈ 60,000-ന്റെ കണക്ക്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതിന്റെ അകത്ത് ഒരാൾ പോലും ഹമാസ് ഇല്ല എന്നാണോ പറയുന്നത്? ഇതിന്റെ അകത്ത് 60,000 പേര് മരിച്ചു, ശരി. നമ്മളുടെ മുമ്പിൽ എത്രയോ പേര് ഹമാസിന്റെ നേതാക്കന്മാരും മരിച്ചിരിക്കുന്നു. സിൻവർ, ഹനിയ, ദൈഫ്, ഇങ്ങനെ എത്രയോ പേരുടെ പേരുകൾ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നു. നമുക്കറിയില്ലാത്ത എത്രയോ പേരുകളും മരിച്ചിരിക്കുന്നു.
അപ്പൊ എത്ര പേര് ഹമാസിന്റെ ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് അത് മാത്രമല്ല അവിടെ ഇവരുടെ ഹമാസിന്റെ യുദ്ധത്തിന് മുമ്പ് ഹമാസിന്റെ എത്രത്തോളം പോരാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പൊ എത്രത്തോളം പോരാളികൾ ഉണ്ട് എന്നുള്ളതിന്റെയൊക്കെ കണക്കുകൾ വരുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കുള്ള ആൾക്കാർ എങ്ങനെ വാനിഷായി പോയെന്നുള്ളതാണ്. യെസ്, അതാണ് അമേരിക്കൻ ഇന്റലിജൻസ് കൊടുത്തിരുന്ന ഒരു കണക്കിൽ പറഞ്ഞിരിക്കുന്നു 30,000-നും 35,000-നും ഇടയിൽ അവിടെ ഹമാസിന്റെ തീവ്രവാദികൾ ഒക്ടോബർ 7-ാം തീയതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10,000-നും 15,000-നും ഇടയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 45,000-ത്തോളം ആളുകൾ ഹമാസിനുണ്ടായിരുന്നു. ഇപ്പം ഏതാണ്ട് 20,000 താഴെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 25,000 ആളുകളെങ്കിലും മരിച്ചത് ഹമാസ് ആണെന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ ഒരു രാജ്യത്ത് ആളുകൾ മരിക്കുന്നത് യുദ്ധത്തിൽ മാത്രം ബോംബ് വീണ് മാത്രമല്ലല്ലോ മരിക്കുന്നത്. വെടികൊണ്ടും ബോംബ് വീണും മാത്രമല്ല മരിക്കുന്നത്. പ്രായമായവരുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചുണ്ട്, ആക്സിഡന്റുകളുണ്ട്, ഇങ്ങനെയൊക്കെ പല മരണങ്ങളും ഉണ്ട്. അപ്പൊ അത് ഒരു ആഗോള ശരാശരി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 മരണങ്ങൾക്ക് 776 മരണം എന്നുള്ളതാണ് കണക്ക്. അപ്പൊ അങ്ങനെ വെച്ച് കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അത് കൂടാനേ സാധ്യതയുള്ളൂ. കാരണം അത് കുറച്ചും കൂടെ മോർട്ടാലിറ്റി റേറ്റ് കൂടിയ ഒരു രാജ്യമല്ലേ. കുറേ കൂടെ ആരോഗ്യ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കുറവായതുകൊണ്ടും ഒക്കെ അല്ല കുറച്ചും അത് കൂടെ അത് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിരിക്കും അവിടെ. അത് കുറച്ച് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ കൂടുതൽ ആളുകൾ മരിക്കുന്ന പ്രായമായിട്ടാണ്. ഗാസയിലെ ജനസംഖ്യ ആവറേജ് ഏജ് എന്ന് പറയുന്നത് കുറച്ച് താഴെയാണ്. അപ്പൊ അതിൽ ഇച്ചിരി കുറവായിരിക്കാം. അവരുടെ കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് 6,000 അല്ല, ഈ 2022 6,000-ത്തോളം മരണങ്ങളെങ്ങാണ്ടാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണ് 2 വർഷത്തിനുള്ളിൽ 12,000 മരണങ്ങളെങ്കിലും ഉണ്ടാവുന്നത്. അപ്പൊ 25,000-ഉം 12,000 എന്ന് പറഞ്ഞാൽ ഒരു 35,000-ൽ മുകളിൽ ആളുകളെങ്കിലും ഇവര് യുദ്ധത്തിൽ നേരിട്ട് മരിച്ചവർ അല്ല, ഈ സിവിലിയൻസിനെ കൊന്നവരല്ല എന്ന് വ്യക്തമാണ്. പിന്നെ മിസ്ഫയറിങ്, അവരുടെ തന്നെ മിസ്ഫയറിങ്ങിലൂടെ പല ബോംബുകളും അവരുടെ തന്നെ സ്ഥലത്ത് വീണ് മരിച്ചതായിട്ടുണ്ട്. അവർ തന്നെ നടത്തിയിരിക്കുന്ന എക്സിക്യൂഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഭയങ്കരമാണ് ഹ്യൂമൻ ഷീൽഡ്. അവർ തന്നെ സമ്മതിച്ചതാണ്, ഞങ്ങൾ ഒരുപാട് പേരെ ഹ്യൂമൻ ഷീൽഡ് ആക്കി വെക്കുന്നുണ്ട്. അതായത് IDF ഒരു ബോംബ് ഇടാൻ തീരുമാനിക്കുമ്പോൾ അവർ നേരത്തെ അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ആൾക്കാർക്ക് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവരെ അവിടെ ബലമായിട്ട് പിടിച്ച് ഹ്യൂമൻ ഷീൽഡായിട്ട് വെക്കുന്നതുകൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അല്ലാതെ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരനെ ഇസ്രായേലിൽ അത്രത്തോളം മരണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊരു ആനുപാതികമായിട്ട് കുറവെന്നുള്ള രീതിയിൽ വലിയൊരു വിമർശനമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ അത്രത്തോളം മരണങ്ങൾ നടക്കാത്തത് ആ രാജ്യം അത്രയും അയൺ ഡോം ഒക്കെ ഉപയോഗിച്ചത് പൗരന്മാരെ സംരക്ഷിക്കുന്നു, ഇവിടെ ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. അല്ലെങ്കിൽ 26,000 30,000 റോക്കറ്റുകൾ അങ്ങോട്ട് വിട്ട ഒരു രാജ്യമല്ലേ. അവിടെ ഇത്രയല്ലല്ലോ യഥാർത്ഥത്തിൽ കാശുമാറ്റം ഉണ്ടാവേണ്ടത്. അതെ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ഇവര് ഒരു സ്ഥലം ബോംബിടാൻ നിൽക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും അറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സിവിലിയൻസ് മാറണം എന്ന് പറഞ്ഞ്. തിരിച്ച് മറ്റ് ലോകത്തിൽ എവിടെയെല്ലാം നടക്കുന്ന യുദ്ധങ്ങളിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉക്രൈനിൽ ബോംബ് ഇടുന്നതിന് മുമ്പ് പറയുന്നുണ്ടോ? യമനിൽ എവിടെയെങ്കിലും ബോംബ് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നുണ്ടോ? അപ്പം ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും നീതിപൂർവമായിട്ടുള്ള യുദ്ധം എന്ന് നമുക്ക് പറയാവുന്നത് ഇസ്രായേൽ നടക്കുന്നതാണ്. മാത്രമല്ല അവിടെ പട്ടിണിയുണ്ട്. ഭക്ഷണം ഇല്ലാന്ന് വരുമ്പം ഈ ഭക്ഷണം കൊടുക്കുന്നതാരാണ്? അതും ഇസ്രായേൽ തന്നെ. അങ്ങോട്ട് വൈദ്യുതി കൊടുക്കുന്നതാരാണ്? അതും ഇസ്രായേൽ തന്നെ. അപ്പം സിവിലിയൻസിനെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു വാദമാണ് എന്നത് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇനി രാകേഷ് പറഞ്ഞതുപോലെ ഇവര് ഇസ്രായേലിലേക്ക് 26,000 മിസൈലുകളാണ് വിട്ടത്. അതെന്താണ്, ഇസ്രായേലികൾ വെളിച്ചം കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വിട്ടതൊന്നും അല്ലല്ലോ. അവരെ കൊല്ലാൻ വേണ്ടി ജനവാസ മേഖലകൾ മാത്രം ലക്ഷ്യം ചെയ്തിട്ടാണ് ഇത്. അതൊന്നും താഴെ വീഴാതിരുന്നതെന്ന് പറഞ്ഞാൽ അവര് അങ്ങോട്ട് വരുന്ന ഒരു മിസൈലിന് ചെലവാക്കേണ്ടുന്ന പണത്തിന്റെ 50 ഇരട്ടിയിലധികം. നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, നമുക്ക് അവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന മിസൈലിന്റെ 50 ഇരട്ടിയിലധികം ചെലവ് മുടക്കിയാണ് അവർ ഇത് തടയുന്നത്. അപ്പോ ഈ ചെറിയ മിസൈൽ അയക്കാനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറെ കഴിയുമ്പം അവർക്ക് പൈസ ഇല്ലാതെ അവർ പട്ടിണി കിടന്ന് അവർ ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് അവരെ ശരിയാക്കാം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഇനി ഇസ്രായേൽ അത് തന്നെ ഒരു ഉദാഹരണമാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ അറ്റാക്ക് എങ്ങനെയാണെന്ന്, എത്ര പ്രിസിഷൻ ആണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് എല്ലാം മനസ്സിലാകുന്നത് സിവിലിയൻ കാഷ്വാലിറ്റി കുറയ്ക്കാൻ ഇസ്രായേൽ പരിശ്രമിക്കുന്ന പോലെ ലോകത്ത് ഒരു യുദ്ധത്തിലും ഒരു രാജ്യവും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അതേസമയം മറുവശത്ത് ഇത്തരം സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലുന്നത് ഒരു അനിവാര്യമായ രക്തസാക്ഷിത്വമാണെന്നാണ് അവിടുത്തെ നേതാക്കളുടെ അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുള്ളത്. ഇത് പലപ്പോഴും ആ സംവാദത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സൈഡിൽ വൈകാരികതയും മറു സൈഡിൽ ഫാക്ട്സ്, അല്ലെങ്കിൽ വൈകാരികതയും ലോജിക്കൽ തിങ്കിങ്ങും തമ്മിലുള്ള ഒരു പോരാട്ടം പോലെ തോന്നിയിട്ടുണ്ട്. ഈ പലപ്പോഴും അഭിലാഷിന്റെ സംസാരം അതിലെ ഈ പട്ടാളക്കാരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്ത് വിശന്ന് വരഞ്ഞു ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ നേരെ തലയ്ക്ക് നേരെ വെടിവെച്ച് വീഴ്ത്തുന്ന പട്ടാളം, ഓട്ടിസ്റ്റിക്കായ ഒരു യുവാവിനെ മിലിറ്ററി നായെ കൊണ്ട് അഴിപ്പിച്ചുവിട്ട് നായെ കൊണ്ട് കടിച്ചു കൊല്ലിപ്പിക്കുന്ന പട്ടാളം, പാവപ്പെട്ട പാലസ്തീൻ സ്ത്രീകളുടെ
അടിവസ്ത്രം ധരിച്ച് നൃത്തമാടുന്ന പട്ടാളം, അല്ല പത്ര റിപ്പോർട്ടുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന പട്ടാളം, ഡിഗ്രി പട്ടാളം, ഡിഗ്രി പട്ടാളം ഇങ്ങനെ കുറെ പറയുന്നുണ്ട് അതിൽ. അപ്പൊ ഈ ഒരു ആധുനിക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. അവിടെ നമ്മുടെ ഇന്ത്യക്കാരും കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമാണ്. അതുപോലെ മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് വാണിജ്യ ബന്ധങ്ങൾ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം ആണല്ലോ ഇസ്രായേൽ എന്നൊരു രാജ്യം. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിലെ പട്ടാളക്കാർ ഇത്ര നരാധവന്മാരും ക്രൂരന്മാരുമായി മാറുമോ? അല്ലെങ്കിൽ ഇതിൽ ഇസ്രായേൽ കണ്ണടയ്ക്കുവാണോ? അവിടെ എന്താണ് ഇത് പറഞ്ഞ ഡേറ്റ ഒന്നും ആ വീഡിയോയുടെ താഴെ ലിങ്കിൽ തന്നിട്ടില്ല. എങ്കിലും ഈ ഒരു വൈകാരികത എങ്ങനെ കാണുന്നു? ഈ പട്ടാളം ഇത്ര ക്രൂരമാണോ? ഓക്കെ. നല്ല ചോദ്യമാണ്. ഇവിടെ രാകേഷ് ചോദിച്ചു ഡേറ്റ ഒന്നും കാണുന്നില്ലെന്ന്. അതിനകത്ത് തന്നെ അഭിലാഷ് പറഞ്ഞിരുന്നു ടോമി സുഭാഷിന് കിട്ടുന്ന ഡേറ്റ വാട്സാപ്പ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എൻ്റെ തെളിവുകളുടെ കൂട്ടത്തിൽ പ്രൂഫുകളായിട്ട് കൊടുത്തിരിക്കുന്ന അതിനകത്ത് ഒരിടത്തും ഞാൻ വാട്സാപ്പ് മെസ്സേജുകളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഇട്ടിട്ടില്ല. അതേസമയം അഭിലാഷ് കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ 13 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ഓക്കെ, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വാട്സാപ്പ് എന്ന് പറയുന്നത് ഒരു മെസ്സഞ്ചർ ആണ്. നമ്മൾ എന്ത് വേണമെങ്കിലും അതിൻ്റെ അകത്തോടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുന്നയാൾക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഒരു ആധികാരികമായിട്ടുള്ള സോഴ്സ് വേണേലും കൊടുക്കാം, അല്ലാത്തത് ഒരാളെ തെറി വിളിക്കുന്നത് വേണേലും വാട്സാപ്പിലൂടെ അയക്കാം. അത് വാട്സാപ്പിനെ കുറ്റമല്ല, അത് പ്രശ്നമല്ല. ഓക്കെ, അത് ഞാൻ അവിടെ വിടുന്നു. ഇനി രണ്ടാമത് രാകേഷ് പറഞ്ഞ, അതായത് തലയ്ക്ക് നോക്കി വെടിവെക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉപയോഗിക്കുമ്പം ആളുകളെ വൈകാരികമായി ഇളക്കാൻ പറ്റും. ഒരു ലോജിക്കൽ ഒന്ന് നിൽക്കുക. ഒരു രാജ്യത്തിന് കുട്ടികളുടെ തലയ്ക്ക് നോക്കി വെടിവെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, ആഗോള സമൂഹത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പൊ അവരങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള അവർക്ക് യാതൊരു ആവശ്യവും ഇല്ല എന്ന് മാത്രമല്ല, അവർക്കത് ബുദ്ധിമുട്ടും കൂടിയാണ്. അപ്പൊ അത് ചോദിച്ചപ്പോ അത് അഭിലാഷ് പറഞ്ഞത് അത് നെതന്യാഹുവിന് യുദ്ധം കൊല്ലുന്നതല്ലടോ തനിക്കു ഹരമെടോ, കൊല്ലിക്ക് എന്നതല്ലടോ എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടല്ലോ, അത് പറയാണ്. അതായത് അതൊക്കെ എത്ര ചപലമായിട്ടുള്ള വാദമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ഹരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമൊന്നുമല്ല. പിന്നെ പട്ടാളക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവമല്ലാത്തത് കൊണ്ടും കൂടിയാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തൊട്ടു മുമ്പിൽ വരുന്ന ഏതൊരു അനക്കവും ഒരു ശത്രുവിന്റെ അനക്കം എന്ന രീതിയിലാണ് അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശത്രു ആയിരിക്കാം എന്ന് കരുതി ചില മിസ്ഫയറിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ തന്നെ 4 സ്വന്തം ബന്ധുക്കളെ കണ്ടിട്ട് ശത്രുവാണെന്ന് വിചാരിച്ച് വെടിവെച്ചു ഇട്ടുണ്ട്. അവരെന്താ സ്വന്തം നാട്ടുകാരെ കാണുമ്പോഴേ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണോ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിൽ നടക്കുന്ന അബറേഷൻസ് ആണ്. അബറേഷൻസ് എടുത്തുകൊണ്ട് ഇതാണ് ലോ എന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ന്യായ വൈകല്യമാണ്. ഇനി രണ്ടാമത്, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയെ മിലിറ്ററി നായയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചു കൊന്നു, ആ ക്രൂരത എന്നൊക്കെ പറഞ്ഞു. അതിന്റെ വസ്തുത എന്താണെന്ന് അഭിലാഷിന് അറിയാമായിരിക്കാം, പക്ഷെ അഭിലാഷ് അത് പറഞ്ഞില്ല. അതായത് ഇത്രയൊക്കെ വായിച്ച ആൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ലല്ലോ. ഈ മുഹമ്മദ് ബർ എന്ന് പറയുന്ന ഓട്ടിസ്റ്റിക്, നമ്മൾ അറിയാം ഈ എയർപോർട്ടിലൊക്കെ ചില സുരക്ഷിതത്വം കൂടുതലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുമ്പം അവിടെ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് ഡോഗ് ഉണ്ടാവും. ഈ പോലീസ് നായ എന്ന് പറഞ്ഞാൽ അതൊരു ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന ഒരു പട്ടി മാത്രമാണ്. അത് മനുഷ്യനെ പോലെ അത്ര ഇന്റലിജന്റ് അല്ല. അതിനെന്താ കിട്ടിയിരിക്കുന്നത്? ചില പ്രത്യേക ചലനങ്ങൾ, ചില പ്രത്യേക വിഭ്രാന്തികൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അതിന്റെ സെൻസേഷനാണ് അത് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ എയർപോർട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മിലിറ്ററി ഡോഗുള്ളിടത്ത് നിങ്ങൾ വെപ്രാളപ്പെടുകയോ ശബ്ദം ഉണ്ടാക്കുകയോ പട്ടിയെ നോക്കി എന്തെങ്കിലും ഗോഷ്ടി കാണിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് അതിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടി ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഈ കുട്ടിക്ക് പട്ടിയെ കണ്ടപ്പോൾ പേടിയായത് കടന്ന് ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കിയപ്പോൾ പട്ടി ചാടി കടിച്ചു. അതിന്റെ കയ്യിലും നെഞ്ചിലുമായിട്ട് 2 മുറിവുകൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോഴേ അവർ പട്ടിയെ പിടിച്ചു മാറ്റിയിട്ട് അവർ തന്നെ അവരുടെ മെഡിക്കൽ സംഘത്തെ കൊണ്ടുവന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്ഥലത്തേക്ക് ഹമാസിന്റെ ഒരു റോക്കറ്റ് അറ്റാക്ക് ഉണ്ടായത്. അതുകൊണ്ട് പട്ടാളക്കാർ പെട്ടെന്ന് അവിടുന്ന് പിൻവാങ്ങി. അതിനുശേഷം ഒരാഴ്ചക്ക് ശേഷമാണ് ഈ കുട്ടി മരിച്ചത് എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടിയെ അവർ കടിപ്പിച്ചു കൊന്നതല്ല, ആ കുട്ടിയെ പട്ടി കടിച്ചപ്പോൾ അവർ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനിടയ്ക്ക് ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് അവിടുന്ന് പിന്മാറേണ്ടി വന്നത്. ഇനി ഈ കുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം പോലും അവർ നടത്താതെയാണ് സംസ്കരിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഹമാസിന്റെ ഒരു രീതിശാസ്ത്രമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹ്യൂമൻ ഷീൽഡായിട്ടും അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആളുകളെ കൊന്നിട്ടുണ്ട് എന്നുള്ള വസ്തുവും കൂടെ പരിശോധിച്ചാൽ ഒരു പക്ഷേ സംഭവം നേരെ തിരിഞ്ഞായിരിക്കാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടില്ലേ, ഇസ്രായേൽ പട്ടാളക്കാരുടെ മുന്നിൽ പല പലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും ഒക്കെ
വളരെ ആവേശത്തോടുകൂടി ഷൗട്ട് ചെയ്യുന്നതും ഒക്കെ, അവരെ ശകാരിക്കുന്നതും ഒക്കെ അവര് ജെന്റിലായിട്ട് തന്നെയല്ലേ അവിടെ ഇടുന്നത്. മറിച്ച് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ഹമാസ് അതെ. പോരാളികളുടെ മുമ്പിൽ ഒരു ഇസ്രായേൽ കുട്ടികളോ അതെ, സ്ത്രീകളോ ഇതേപോലെ ആക്രോശിക്കുന്നത് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്കത് തീർച്ചയാണ്. മനസ്സിലാവും. ഇപ്പൊ കുറച്ചു മുമ്പേ രാകേഷ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാനൊന്ന് മറുപടി പറയാം. അതായത് വളരെ വൈകാരികമായിട്ട് അഭിലാഷ് പറഞ്ഞ കാര്യമാണ്. ഇസ്രായേലി പട്ടാളക്കാർ അവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവരെ അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു ഉം. കാര്യം ചെയ്യണം എന്നുള്ളത് ഇസ്രായേലിന്റെ നാഷണൽ പോളിസിയിലുള്ളതാണോ? നാഷണൽ പോളിസിയിൽ ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അവർ ചെയ്തത് ഒരു ക്രൈമാണ്. ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിനെയാണോ നിൽക്കേണ്ടത്, അതെയോ ആ ക്രൈം ചെയ്തിരിക്കുന്നവരുടെ രാജ്യത്തെയാണോ? ഉദാഹരണത്തിന് കാശ്മീരിലൊക്കെ പണ്ട് ഇന്ത്യൻ പട്ടാളക്കാര് അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്തിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉം. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ചെയ്തിരിക്കുന്ന മനുഷ്യരുടെ കുഴപ്പമാണോ, അത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ കുഴപ്പമാണോ? അല്ലെ, അത് അവരുടെ ആളുകളുടെ കുഴപ്പമാണ്. പക്ഷെ അവിടെ നമ്മൾ ഉം. മനസ്സിലാക്കേണ്ടത് ആ രാജ്യം ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ അവരെ മാതൃകാപരമായിട്ട് നിയമ സംവിധാനത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതെ, ഇവിടെ അതെ. എന്താ ചെയ്തത്? ഇസ്രായേൽ അവരെ നിയമത്തിനും അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർ അറിയിച്ചത്. എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. അവരുടെ ഉം. മേൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതേസമയം റിപ്പോർട്ട് വന്നിരുന്നു. അതെ, അതേസമയം ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുകയും ബലാത്സംഗം ചെയ്യുകയും അവരുടെ മുഖത്ത് തുപ്പുകയും അവരുടെ പല വൃത്തികേടുകളും ചെയ്തിരിക്കുന്ന ആളുകളെ ഹമാസിന്റെ ധീര പോരാളികളായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അതെ, അവരെക്കുറിച്ച് അതെ. ലോകം ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ആ സംഭവം ഉണ്ടായപ്പോൾ ലഡു വിതരണം വരെ നടന്നു. അപ്പൊ അതാണ് ഇത് ഉം. തമ്മിലുള്ള രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതെ, അതെ. എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഇതൊക്കെ. പിന്നെ അതെ, ഇത് അതേപോലെ തന്നെ ഈ ഇതില് ഉം ആഹ് മറ്റൊരു ഈ കുട്ടികളുടെ കാര്യം, ഈ ആ സംഭവത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ പട്ടിണി ഒരു ആയുധമായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നുന്ന്. പക്ഷേ നമ്മളെ നെറ്റിലൊക്കെ കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ വളരെ ദയനീയമായിട്ട് അത് നമ്മളെ എന്താ മനസ്സാക്ഷി പിടിച്ചുലയ്ക്കുന്ന വിധത്തിലുള്ള പല ഫോട്ടോകളും, അത് പലതിന്റെയും അതിന്റെ സത്യാവസ്ഥകളും ഒക്കെ പിന്നീട് അത് തെളിയിക്കപ്പെടുന്നതും തെളിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ ദയനീയതയെ ഇങ്ങനെ, ഈ കുട്ടികളുടെ ദയനീയത ഉപയോഗിച്ച് വിലപേശുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാവുന്ന കാര്യമാണ്. അതെ, അതെ. അത് ഞാൻ പറഞ്ഞപ്പോ ആ എനിക്ക് തോന്നുന്ന സംവാദത്തിന്റെ അഭിലാഷ് അന്നേരമാണ് ഒന്ന് ആദ്യം. രണ്ട് ഫോട്ടോകളെ പറ്റി അത് ഈ പരാമർശിച്ചായിരുന്നു സംവാദത്തിൽ. അതെ, അതെ. അതിന്റെ 2, 3 ദിവസം മുമ്പുണ്ടായിരുന്ന ഒരു വാർത്തയാണ് അഭിലാഷ് എടുത്തത്. അപ്പൊ ഞാനത് പറഞ്ഞു. ഇതിന്റെ വസ്തുത ഇതാണ്. അതേക്കുറിച്ച് പത്രം ഇന്നെ തിരുത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ തലയ്ക്ക് നോക്കി വെടിവെക്കുന്നു എന്നുള്ള വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പരസ്യം അവർ തന്നെ തിരുത്തിയതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അഭിലാഷ് പെട്ടെന്ന് അവിടുന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അഭിലാഷിന് അത് ഉം, ഉം. തെറ്റായിരുന്നു എന്ന് മനസ്സിലായത്. പക്ഷെ തെറ്റാണെന്ന് മനസ്സിലായാലും അതെനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് സമ്മതിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. ഇനി അതല്ലെങ്കിൽ പോലും അതിനകത്ത് പിടിച്ചു കടന്ന് ഞാൻ അത് തെറ്റായിരുന്നു, അല്ല അങ്ങനെയായിരുന്നു, അവിടെ ഒരു മുഹമ്മദ് മാത്രമല്ല, ഞാൻ പറഞ്ഞത് വേറെ അതെ, അതെ. മുഹമ്മദാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് അഭിലാഷ് അത് മുമ്പോട്ട് പോയത്. എനിവേ, ഞാൻ ഈ സംവാദത്തിൽ ഒരിക്കലും ഒരു വ്യക്തി അധിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ ഒരു ന്യായ വൈകല്യം പറഞ്ഞ് വിജയിക്കാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ അതെ, അതെ. ശ്രമിച്ച് ഒരു സംവാദത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള ഒരു പരാജയമാണത്. അതുകൊണ്ട് ഞാനതിൽ ശ്രമിച്ചില്ല. അഭിലാഷ് അത് ചെയ്തു. അത് താൽക്കാലികമായിട്ട് അഭിലാഷിന് വലിയ തോതിലുള്ള കയ്യടി കിട്ടും. അല്ല, പക്ഷേ മറ്റൊരു ഘട്ടത്തില് ടോമിക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് ആ സംഭവത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത ആരിഫിന്റെയോ ആർസിയുടെയോ ഒക്കെ വാട്സപ്പിൽ നിന്നാണോ കിട്ടുന്നതെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ട്. മറിച്ച് ടോമി തിരിച്ച് അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ കിട്ടുന്ന മീഡിയ വണിലെ ദാവൂദിന്റെ ഒക്കെ വാട്സപ്പ് വഴിയാണെന്നൊന്നും അല്ല, അത് മറുവശത്തു നിന്നുള്ള ചോദ്യം ടോമിയോട് നമ്മൾ ഉയരുന്നേയില്ല. എസൻസിന്റെ സംവാദത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യതയും ഒരിതുണ്ട്. അത് ഞാനായിട്ട് തിരിച്ച് അഭിലാഷിനോട് എനിക്ക് വേണേ ചോദിക്കാമായിരുന്നു. അഭിലാഷ് ഈ ടോമി പറയുന്നത് വ്യക്തി അധിക്ഷേപമാണ്, അല്ലെങ്കിൽ അതെ, ഇതിങ്ങനെ അതെ. ഒഴിവാക്കണം, അപ്പീൽ ടു ഇമോഷൻ ആണ്, റെട്രിക്സ് ആണ്, ഇതൊക്കെ ഒന്ന് പറയാമായിരുന്നു. ഞാൻ അതുപോലും പറയാത്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സംവാദത്തിന്റെ ഒരു മാന്യത എന്താണ് എന്ന് ഉം, ഉം. കേൾക്കുന്നവർ മനസ്സിലാവട്ടെ. അതെ, അതെ, അതെ. അതുപോലെ അതില് പിന്നെ ടോമി പറയാതെ വിട്ടുപോയതായിട്ടൊരു കാര്യം, വിട്ടുപോയതല്ല, ടോമി തന്നെ പറഞ്ഞു ഈ മറ്റേ ഗ്രത്തൻബർഗിന്റെ കാര്യം, സ്വീഡൻ അല്ലേ? അത് അതിനെക്കുറിച്ച് ടോമി ഒന്നും പറയാതെ അങ്ങ് പോയി. അത് ഞാനൊന്നും അത് പറയുന്നില്ല എന്ന് പറഞ്ഞങ്ങ് പോയി. ഒന്നാമത് ഞാൻ ഈ പറയുന്ന മറ്റ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത പല വിഷയങ്ങളും കൊണ്ടുവന്ന് കയറ്റി ഇട്ട് ആ, കഴിഞ്ഞെന്നാൽ ആ. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അഭിലാഷ് അങ്ങനെ പറഞ്ഞു. പണ്ട് ഉമറിന്റെ ഉം, ചരിത്രമൊക്കെ ഉം, ഉം. പറഞ്ഞു. ഉമറിന്റെ ചരിത്രത്തിലേക്കൊക്കെ ഞാൻ പോയെന്നാൽ എനിക്ക് ഈ ബാക്കി പറയാനുള്ള സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് ആ, ആ. ഗ്രേറ്റ തൻബർഗിന്റെ കാര്യമൊന്നും അതിന്റെ തൊട്ടും പ്രസക്തമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗ്രേറ്റ തൻബർഗ് എങ്ങനെയാണ് ആദ്യം ഒരു ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലേക്ക് മുമ്പോട്ട് അറിയപ്പെട്ടത്. അവര് വിമാനങ്ങൾക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. അതായത് വിമാനങ്ങൾ ഉം, ഉം. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് കൊണ്ട് വിമാനത്തിൽ ആരും യാത്ര ചെയ്തെന്ന് പറഞ്ഞു.
ഈ പറഞ്ഞ ഗ്രറ്റ തൻബർഗ് എങ്ങനെയാണ് അങ്ങോട്ട് വന്നതും പോയതും? അല്ലെ, നടന്നൊന്നുമല്ലല്ലോ വന്നത്. അപ്പൊ അവര് തന്നെ മുൻപ് പറഞ്ഞ കാര്യങ്ങള് എത്തിച്ചു. ഇനി ഗ്രറ്റ തൻബർഗ് അവിടെ എന്താ പറഞ്ഞേ? അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് IDF-നെ പേടിയായോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് IDF-നെ പേടിയായില്ല, എനിക്ക് അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളെയാണ് പേടിയായത് എന്ന് പറഞ്ഞു. അതൊക്കെ ആർക്കും പറയാം, എനിക്കും വേണമെങ്കിൽ പറയാമല്ലോ. ഈ IDF-നെ കണ്ടിട്ട് ഒരാൾക്ക് പേടി തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരത്ര പേടിപ്പിക്കത്തക്ക വിധത്തിലുള്ള പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല അവിടെ ചെയ്തത് എന്ന് അവർക്ക് ഉള്ളതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ആരാണേലും പറയാം, അയ്യോ ഇത്ര എന്ത് ക്രൂരന്മാരാണ് അവര് പേടിപ്പിച്ച് എന്നെ കൊണ്ട് ഭയങ്കരമാക്കി എന്നല്ലേ പറയുന്നത്. അതൊന്നും നടന്നിട്ടില്ല എന്നും കൂടിയാണ് ഇത് പറയുന്നത്. ഇനി ഗ്രേറ്റ തൻബർഗിനെയൊക്കെ ഇന്നത്തെ കാലത്ത് ചർച്ചയ്ക്ക് എടുക്കേണ്ട തന്നെ കാര്യമുണ്ടോ എന്നുള്ളതാണ് മറ്റേ വിഷയം. അതെ, അതെ. അതുപോലെ ആ ചർച്ചയിൽ ആ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടൊരു വാക്കാണ് വംശഹത്യ. അത് ആ സംഭവത്തിലല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഉയർന്നു വരുന്നൊരു വാദമാണ് വംശഹത്യ. അതിന് തെളിവായിട്ട് അത് ഈ ICG റിപ്പോർട്ടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അഭിലാഷ്. അതേപോലെ ഈ ഒരു വംശഹത്യയെ, ക്രൂരമായ വംശഹത്യയെ എങ്ങനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാനാവുന്നു? മനുഷ്യരായി പറഞ്ഞ ആർക്കെങ്കിലും ഇത് സാധിക്കുന്ന കാര്യമാണോ? നിങ്ങൾക്കൊന്ന് മനുഷ്യനായിക്കൂടെ ടോമി? അല്ല, ഇതേപോലെ എന്താണ് റെട്രിക്കൽ പ്ലോയ്സ് നടത്താനാണെങ്കിൽ എനിക്കും ചെയ്യാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. വംശഹത്യ എന്താണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള നിർവചനം UN-ന്റെ പാരീസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട, ഒരു ഗ്രൂപ്പിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കൊല്ലണം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി അതിലുള്ള മുഴുവൻ ആളുകളെയുമോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് കുറച്ചുപേരെയോ, അതുമല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊല്ലാനുള്ള ആഹ്വാനം നൽകുകയോ ചെയ്യുന്നതിനെയാണ് വംശഹത്യവാദം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ താഴോട്ട് 4 പോയിന്റുകൾ വരുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ, ഗ്രൂപ്പ് എന്ന് പറയുന്ന ആരാണ് ഇവിടെ? ഇസ്രായേൽ നടത്തുന്നത് ഏത് ഗ്രൂപ്പിനെതിരെയാണ്? മുസ്ലിമാണോ അതോ പലസ്തീനികളെയാണോ? ആരെയാണ് അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അത് ആദ്യം ഡിഫൈൻ ചെയ്യണം. കാരണം മുസ്ലിങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഇസ്രായേലില് 22 ലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ വംശഹത്യ ചെയ്യാണല്ലോ എളുപ്പം, അവരെ ചെയ്യുന്നില്ല. ഇനി പലസ്തീൻ ആണെന്ന് പറഞ്ഞാലോ, പലസ്തീനിലും ഗാസ ഒഴിച്ച് മറ്റേ വെസ്റ്റ് ബാങ്കിലും ഉണ്ട് കുറെ ജൂതന്മാർ താമസിക്കുന്നുണ്ട്, അവരെയും കൊല്ലണമെന്നില്ല. ഇനി അവരെ കൊല്ലാനാണ് എന്നുണ്ടെങ്കിൽ ഒരു കണക്ക് ഞാൻ പറയാം. ഇസ്രായേൽ രൂപീകരിക്കുമ്പോൾ ഇസ്രായേലിൽ 17%, 17-നും 18-നും ഇടയിലായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 21% വംശഹത്യ നടത്തിയാൽ 3% പോപ്പുലേഷൻ വർദ്ധിക്കുമോ? മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുമോ? ഗാസ 2005 വിട്ടുകൊടുക്കുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ 14 ലക്ഷമായിരുന്നു. അതിനുശേഷം കുറെ ജൂതന്മാർ അവിടുന്ന് വിട്ടുപോരുകയും ചെയ്തു. 1.5 ലക്ഷത്തോളം ജൂതന്മാരെങ്കിലും വിട്ടുപോന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 ലക്ഷം ജൂതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്, അല്ല മുസ്ലിം ആളുകളായിരുന്നു ഗാസയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 22 ലക്ഷമാണ്. ഏതാണ്ട് 70% വർധനമാണ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ലോക ശരാശരി, ലോകത്ത് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ 20% താഴെ നിൽക്കുമ്പം ഒരു ചെറിയ പ്രദേശത്ത് മാത്രം 70% വർധനവ്. അപ്പം വംശഹത്യ നടത്തിയാൽ ഇത്രയധികം ജനങ്ങളുടെ വർധനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു വംശഹത്യ നടത്തുന്നതല്ലേ ജനപ്പെരുപ്പം കൂടാനുള്ള കാരണം? ഇതൊരു സിമ്പിൾ കോമൺ സെൻസിൽ ലോജിക്കിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. ഇനി കുട്ടികൾ മരിച്ചതിന്റെ കണക്ക് അതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം 18,500 കുഞ്ഞുങ്ങളാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ, അതല്ല. 18,500 എന്ന് പറഞ്ഞാൽ 18 ശിശുക്കൾ എന്നുള്ള രീതിയിൽ, ആ 18,500 എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ കണക്കാണ്. അതും ഹമാസ് പറയുന്ന കണക്കാണ് കേട്ടോ, നമുക്ക് കൃത്യമായിട്ടുള്ള അറിയില്ല. മേ ബി മരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗാസയിലെ പോപ്പുലേഷൻ നല്ലൊരു ശതമാനവും ചെറുപ്പക്കാരാണ്, 25 വയസ്സിൽ താഴെയുള്ളവരാണ് നല്ലൊരു പോപ്പുലേഷനും. അപ്പോൾ മരിച്ചവരുടെ ആനുപാതികമായിട്ടുള്ള ഒരു മരണം അവിടെ ഉണ്ടാകും. അല്ലാതെ ഒരു ബോംബ് വീഴുമ്പം അവിടെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് കുട്ടിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മിസൈൽ തിരിച്ചു പോകത്തൊന്നുമില്ലല്ലോ. അതൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് യുദ്ധത്തിന്റെ അനന്തരഫലമാണ്. അത് ഒഴിവാക്കാൻ യുദ്ധം ഒഴിവാക്കുക, ഈ ബന്ധുക്കളെ വിട്ടുകൊടുത്ത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു നീതി എന്ന് പറയുന്നത്. ഇനി അതൊരു ചെറിയ ശബ്ദത്തിൽ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഇവരൊന്നും. അത് പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണം ഞാനും പ്രവീൺ രവിയും കഴിഞ്ഞ ദിവസം ഇരുന്നതിന്റെ കണക്കുകൾ എടുത്ത് നോക്കിയാണ്. അപ്പൊ അതിനകത്ത് ഒരിടത്ത് കണ്ടിരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ ഗാസയിൽ മരിച്ചത് സേവ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന കണക്ക് 3,100 എന്നാണ്. ഇനി അത് 5,000 വരെയൊക്കെ ആവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആഗോള തരത്തിലെ ശരാശരി എത്രയാണെന്ന് അറിയാമോ? 1000 പുതിയ ജനനങ്ങൾക്ക് 37 മരണങ്ങൾ, 5 വയസ്സിൽ താഴെയുള്ള 37 മരണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഗാസയിൽ 58,000 പുതിയ ബർത്താണ് ഉണ്ടായിരിക്കുന്നത്. 58,000 പുതിയ ബർത്ത് ഉള്ളിടത്ത് 58 ഗുണം 37 എത്രയാണ്? അത്രയും
അത്രയും മരണങ്ങൾ, ഈ ഒരു 2200 മരണങ്ങളെങ്കിലും ആഗോള ശരാശരിക്ക് ഉള്ളിൽ നിൽക്കുന്നതാണ്. 2200 എന്ന് വെച്ചാൽ ഒരു വർഷമാണ്. 2 വർഷമാകുമ്പോൾ 4000-ലധികം മരണങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ആഗോള ശരാശരിയെ കഴിഞ്ഞ് താഴെയാണ് ഇതിന്റെ മരണനിരക്ക് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അതും അഭിലാഷ് അതിൽ പറഞ്ഞു, 913 കുഞ്ഞുങ്ങൾ 1 വയസ്സ് 1-ാം പിറന്നാൾ ആഘോഷിക്കാത്ത, പാൽമണം മാറാത്ത എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ കണക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞ് ഇതാണ്. കാരണം ആഗോള ശരാശരി എന്ന് പറഞ്ഞാൽ 26 കുട്ടികളാണ് 1000 ജനങ്ങൾക്കുള്ളത്. 26 ഗുണം 58,000 എന്ന് പറഞ്ഞാൽ 1500 പേര് മരിക്കേണ്ടടുത്ത് 900 പേരെ മരിച്ചിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ചിലപ്പോൾ ഈ ഭാഗം മാത്രം ക്ലിപ്പായിട്ട് എടുത്തു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെ ഒരാളെ പോലും കൊന്നില്ല എന്നാണ് നിരീശ്വരവാദികൾ പറയുന്നതെന്ന് പറയും. അല്ല, മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരാശരി പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളുടെ മരണമൊക്കെ ഉണ്ട്. കാരണം കുട്ടികൾ അതൊന്നും ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ യുദ്ധങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോകുന്നു. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറില് നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാര് ആദ്യത്തെ അറ്റാക്ക് നടത്തിയപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ യുദ്ധക്കുറ്റവാളികളാണ്, നമ്മൾ തെമ്മാടി രാഷ്ട്രമാണ്, നമ്മൾ വംശഹത്യ രാഷ്ട്രമാണെന്ന് ആരെങ്കിലും പറയുമോ? ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ പലരും വംശഹത്യ എന്ന് പറയുന്നതിന് ഒരു കാരണം പറയുന്നത് 60,000 ആളുകളെ കൊന്നു അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമ നാഗസാക്കി ബോംബ് സ്ഫോടനത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകളെയാണ് അമേരിക്ക കൊന്നത്. അമേരിക്ക ചെയ്തത് വംശഹത്യയാണെന്ന് ആരും പറയുന്നില്ലല്ലോ. ഉക്രൈനിൽ 3 ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്, അത് വംശഹത്യയാണെന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് ചോദിച്ചാല് അത് അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇനി രാകേഷ് പറഞ്ഞ ഒരു കാര്യം കൂടി, അതില് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആ ഓർഡർ അഭിലാഷ് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമായിരുന്നു. നോക്കട്ടെ, ഇത് ഞാൻ നോക്കട്ടെ. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തന്നെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു, ഇറ്റ്സ് എ പ്ലോസിബിൾ ജീനോസൈഡ് ആൻഡ് ഇസ്രായേൽ ഹാസ് ടു ടേക്ക് ആഡിക്വേറ്റ് മെഷർ ടു പ്രിവെന്റ് ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വിധി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞ എന്താണ്? പ്ലോസിബിൾ. അതായത് ഇവിടെ വംശഹത്യ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ഗാസയിലും സൗത്ത് ആഫ്രിക്കയിലും നടന്ന 2 വിഷയങ്ങൾ അവർ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നു അങ്ങനെ ഒരെണ്ണം കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇതിങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്ലോസിബിൾ ആണ്, ഭാവിയിൽ ഇങ്ങനെ ഉണ്ടായേക്കാം, അത് ഒഴിവാക്കാനുള്ള നടപടികൾ ഇസ്രായേൽ തന്നെ സ്വീകരിക്കണം എന്നുള്ള ഒരു കൺക്ലൂഷൻ എടുത്തു വെച്ചിട്ടാണ് അഭിലാഷ് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അങ്ങനെ വിധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ. അതായത് അഭിലാഷിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് പച്ച നുണയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളങ്ങനെ പറയില്ല. അതെ അതെ അതെ. അതുപോലെ മാത്രമല്ല, നമ്മളാരും ഈ ഇപ്പം ഗാസയില് കുട്ടികളും സ്ത്രീകളൊന്നും ആരും കൊല്ലപ്പെടുന്നില്ലെന്നോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പട്ടിണിയോ പോഷകാഹാരക്കുറവോ ഒട്ടുമില്ല എന്നൊന്നും പറയുന്നില്ല. ഈ വാർത്തകളെ വളരെ കെട്ടിച്ചമച്ച് പെരുപ്പിച്ച് കാട്ടുന്നു. അത് മാത്രമല്ല ഈ സെറിബ്രൽ പൾസി പോലുള്ള മറ്റ് ജനിതക രോഗങ്ങളുടെയൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് വേറെ രീതിയിൽ ചിത്രീകരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ എൻഡോസൾഫാന്റെ ആ ഒരു സെയിം ആ ഒരു സ്ട്രാറ്റജി പോലെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. റോവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, റോവ മിഷ എന്ന് പേരെന്ന് തോന്നുന്നു. ആ കുട്ടി മരണപ്പെട്ടു. അതും സങ്കടകരമായ കാര്യമാണ്. അതായത് യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടികൾ മരണപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതൊരു വസ്തുതയാണ്. കാരണം എന്താ വെച്ചാൽ യുദ്ധം ഇല്ലെങ്കിൽ അവർക്ക് ആശുപത്രിയിൽ പോകാനും ആ ആശുപത്രിയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ സമയത്ത് കിട്ടാനും ഒക്കെ ഇരിക്കും. അപ്പൊ യുദ്ധമുള്ള ഒരു രാജ്യത്ത് ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള ഇതില്ല. കാരണം അവിടെ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇന്നലത്തെ 2 ദിവസം മുമ്പത്തെ ഒരു വാർത്തയിലുണ്ടായിരുന്നു, അവിടുന്ന് ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള ആളുകളെ ഇറ്റലിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെല്ലാത്തിനും പരിമിതികളുണ്ട്. അപ്പൊ ഈ പരിമിതികൾ ഉള്ളിൽ കിടന്നുകൊണ്ട് ആളുകൾ കഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, ആ ബന്ദികളെ വിട്ടുകൊടുക്കുക, തീർക്കാമല്ലോ. അപ്പൊ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പറയുന്ന അഭിലാഷിന് പറയാമല്ലോ, ഹമാസിനെ എതിരായിട്ട് ലോകം മുഴുവൻ ഒന്നിച്ചെന്ന് ഇറങ്ങിയാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ പണി നിർത്തി ആളുകളെ ഈ ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അഭിലാഷിന് പറയാമല്ലോ. പക്ഷെ അഭിലാഷ് അത് പറയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ സംഭവത്തിൽ റിവർ ടു സീയുടെ പരാമർശം പലപ്പോഴും വന്നിരുന്നല്ലോ. അതിലെ പിഎൽഒയുടെയും ഹമാസിന്റെ ഒക്കെ ചാർട്ടർ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ആരാണ് തിരുത്താതിരിക്കുന്നത് എന്നുള്ള ചോദ്യം, അത് ഒരു ന്യായമായ ചോദ്യം തന്നെയല്ലേ? ഒന്ന് അദ്ദേഹം പറഞ്ഞത് PLO അല്ല,
PLOയുടെ അല്ല, ഇതിന്റെ അകത്ത് ചാർട്ടർ അവർ തിരുത്തിയിട്ടുണ്ട്. ഹമാസിന്റെ ചാർട്ടർ തിരുത്തിയിട്ടുണ്ട്. 87-ലുണ്ടായിരുന്ന ചാർട്ടർ 2017 അവർ അമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലിക്വിഡ് പാർട്ടിയുടെ ചാർട്ടർ അവർ ഇതുവരെ തിരുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒന്നാം ഹമാസിന്റെ ചാർട്ടർ തിരുത്തിയിട്ടില്ല. ഹമാസ് 87-ലുണ്ടാക്കിയ ചാർട്ടർ അവർ ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല, അത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പം അവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ചാർട്ടറും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ടിരിക്കുന്നത് അടിയിലത്തെ ചാർട്ടർ തന്നെയാണ് ഉള്ളത്. രണ്ടാമതുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പൊക്കി കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചാർട്ടറാണ്. അല്ലെങ്കിൽ അത് ഞങ്ങൾ അമെൻഡ് ചെയ്തു എന്ന് പറയാമായിരുന്നു. അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഇസ്രായേലിന്റെ ഭരണഘടനയുമായിട്ട് വേണം അതിനെ കമ്പയർ ചെയ്യാൻ. അതല്ലല്ലോ അവിടെ കമ്പയർ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ലിക്വിഡ് പാർട്ടി എന്താണ്? അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഇപ്പൊ ഇന്ത്യയിൽ എന്തുമാത്രം രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയെ നമ്മൾ എടുത്തു കാണിക്കേണ്ടത് ഇവിടുത്തെ BJPയുടെ നയങ്ങളോ അവരുടെ നയരേഖകളോ വെച്ചിട്ടാണോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് എന്ന് നമ്മൾ പറയേണ്ടത്? ഇതൊരു വിദണ്ഡവാദം മാത്രമാണ് അഭിലാഷ് മുമ്പോട്ട് വെച്ചത്. ഇനി മറ്റൊന്നുകൂടി, റിവർ ടു സീ എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പറയുന്നതിൻ്റെ അകത്ത് എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുഴപ്പമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശം ഇന്ത്യയുടേതാണ് എന്ന് ഇന്ത്യ പറയുന്നതും അതേ വാദം പാകിസ്ഥാൻ പറയുന്നതും ഒരുപോലെയാണോ? രണ്ടും രണ്ടാണ്. ഈ പറയുന്ന വാദം അവരുണ്ടാക്കിയത് 1977 ആ സമയത്ത് മറ്റും ഉണ്ടാക്കിയതാണ്. ഈ പറയുന്ന റിവർ ടു സീ എന്ന് പറയുന്ന ഇസ്രായേൽ ലിക്വിഡ് പാർട്ടിയുടെ ഇത്. അന്ന് ഈ പ്രദേശങ്ങൾ മുഴുവൻ അവരുടേതായിരുന്നു. അന്ന് അവരുടെ കയ്യിൽ ഇരുന്ന പ്രദേശത്തെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഈ ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിൽ മറ്റൊരു രാജ്യത്തിൻ്റെലൂടെ കടന്നു പോകാതെ ഇസ്രായേലിന് ഭൂപ്രദേശം ഉണ്ട്. അതേസമയം പലസ്തീൻ ഇല്ല. പലസ്തീൻ ഇനി അത് ഉണ്ടാക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇസ്രായേലിനെ കീഴടക്കണം. ഇസ്രായേലിന് ഇപ്പം അത് കീഴടക്കാതെ തന്നെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അകത്തൊരു വ്യത്യാസമാണ്. അതെ. ഇനി നമുക്ക് മറ്റൊരു കുറച്ച് ലിങ്കുകൾ, അതിൽ നമ്മുടെ ഈ സംവാദത്തിന് താഴെ കുറെ ലിങ്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. യെസ്. അപ്പൊ ആ ലിങ്കുകളില് ചിലതിലൊക്കെ ചില തെറ്റുകളൊക്കെ വന്നു എന്നൊക്കെയുള്ള രീതിയിൽ കുറെ സത്യ അന്വേഷകരായ ആൾക്കാർ അത് പരിശോധിച്ചപ്പോൾ കാണുകയുണ്ടായി. അതില് കാണുന്നത് തന്നെയാണോ? അല്ല, ആയിരിക്കാമെന്ന് നമുക്ക് കരുതാം. കാരണം അവർ പറയുന്നത് റാൻഡമായിട്ട് പരിശോധിച്ചെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ റാൻഡം ടേബിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ചോ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നൊന്നും അത് കാണിച്ചിട്ടില്ല. ശരി. ഒരുപക്ഷെ കഷ്ടപ്പെട്ട് ഈ 10-100 ലിങ്കുകളും മെനക്കെട്ടിരുന്ന് നോക്കി 1-2 ഒക്കെ ആയിരിക്കാം, കണ്ടുപിടിച്ചതായിരിക്കാം. അറിയില്ല, നമുക്കറിയില്ല അത്. എങ്കിലും അതിൽ ഒന്നാമത്തെ ഒരു ലിങ്കില് കാണിച്ചേക്കുന്നത് ഈ വെടിപ്പ് നടത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4.5 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സമയത്ത് ചിത്രീകരിച്ചതാണ് ഈ സംഭവം എന്ന പേരിൽ പ്രചരിപ്പിച്ചൊരു വീഡിയോ ടോമി പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ലിങ്ക് വെച്ചുകൊണ്ട് അത് ചിത്രീകരിച്ചതാണെന്ന് ടോമി പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, അത് തെറ്റിദ്ധരിപ്പിക്കുന്നു ആൾക്കാരെ. അതായത് വ്യാജമായിട്ട് പിന്നീട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേക്കുന്നത്. എവിടെയും ആക്രമണം നടന്നിട്ടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പരിതപിക്കുന്നത്. ഓക്കെ. ആദ്യം ഇവർ പറഞ്ഞത് എന്താണ്? ഭക്ഷണം വാങ്ങാൻ വന്ന ആളുകളെ വെടിവെച്ച് കൊന്നു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച ആ വീഡിയോയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഞാൻ കൊടുത്തിരുന്ന ലിങ്ക് രാകേഷ് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. എടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻസിഡന്റ് ഹാപ്പൻഡ് ഏർലി മോർണിംഗ് ആൻഡ് ദിസ് വാസ് ഷൂട്ട് അറ്റ് ഈവനിങ് അല്ലേ? ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതെ. അതായത് രാവിലെ നടന്ന സംഭവം അതിന്റെ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് വൈകുന്നേരമാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റേജ് ചെയ്തതാണെന്നല്ലേ അതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഒറിജിനൽ സംഭവം ആണെങ്കിൽ രാവിലെ തന്നെ ഷൂട്ട് ചെയ്യണ്ടേ അല്ലെ? സംഭവം നടന്നത് ഭക്ഷണം മേടിക്കാൻ വന്ന ആളുകൾക്ക് നേരെ വെടിവെപ്പ് നടന്നു എന്ന് പറയുന്നത് രാവിലെ നടന്ന സംഭവമാണ്. രാവിലെ അവര് പ്രചരിപ്പിച്ച അൽ ജസീറ ചാനലിൽ പ്രചരിപ്പിച്ച വീഡിയോ വൈകുന്നേരം ഷൂട്ട് എടുത്തതാണ്. കാരണം അതിന്റെ ഒന്ന് നമുക്ക് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സമയത്താണ് ഈ ആക്രമണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞത്. അതെ, അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ആ സംഭവം നടന്നത് എനിക്ക് തോന്നുന്നത് മെയ് 27-ാം തീയതിയാണ് ആ സംഭവം നടന്നതായിട്ട് ഒരു വാർത്ത വന്നത്. മെയ് 27-ാം തീയതി ഭക്ഷണം വാങ്ങാൻ വന്ന എത്രയോ പേരെ അവർ 32 പേരാന്ന് തോന്നുന്നു, 32 പേരെ വെടിവെച്ച് കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് വാർത്ത ആദ്യം പുറത്തു വിട്ടത് അൽ ജസീറയാണ്. ആ വാർത്തയിൽ അവർ കാണിച്ചിരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ദൃശ്യങ്ങൾ. പിന്നീട് അത് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത പടർന്നു.
അത് പിന്നീട് BBC അവരുടെ ഒരു ഫാക്ട് BBC. ചെക്ക്, ഒരു ഫോറൻസിക് ഇതുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ജിയോഗ്രാഫിക് ലൊക്കേഷൻ എവിടെയാണെന്ന് സെർച്ച് ചെയ്യാം. പിന്നെ അതിന്റെ കോർഡിനേഷൻ, അതേപോലെ തന്നെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ നിന്നും സൂര്യൻ ഏത് ഭാഗത്ത് നിൽക്കുന്നു, അന്ന് ഏത് സമയമാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നടത്തിയ പരിശോധനയിൽ മനസ്സിലാകുന്നത് ഈ വീഡിയോ ചിത്രീകരിച്ചത് വൈകുന്നേരം സമയത്താണ്. അതായത് അൽ ജസീറയിൽ അന്ന് ആ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസമോ അതിനു മുമ്പോ ആണ് ഷൂട്ടിംഗ് നടന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇന്ന് രാവിലെ നടന്ന സംഭവത്തിന് ഇന്ന് വൈകുന്നേരത്തെ ടെലിവിഷനിൽ കാണിച്ചത് ആ സമയത്തിന് കുറഞ്ഞത് ഒരു 23 മണിക്കൂറെങ്കിലും മുൻപ് എങ്കിലും ചിത്രീകരിച്ചതാണെന്ന് പറയുമ്പോൾ ആ ചിത്രീകരിച്ചവർക്ക് പിറ്റേ ദിവസം ഇങ്ങനെ ഒരു വെപ്പ് നടക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ പശുവിന കേന്ദ്രത്തിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെ മാറിയാണല്ലേ? അകലെയാണ്. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് രാകേഷ് മനസ്സിലായത്, അതായത് ഇന്ന് വൈകുന്നേരം ടെലിവിഷനിൽ കാണിക്കുന്നു ഇന്ന് രാവിലെ നടന്ന സംഭവം. അത് ചിത്രീകരിച്ചതെന്നാണ് ഇന്നലെയാണ് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ചിത്രീകരിക്കുമ്പോൾ അവർക്കറിയാമായിരുന്നു നാളെ ഒരു ഷൂട്ടിംഗ് നടക്കും എന്നറിയാമെങ്കിൽ ആ ഷൂട്ടിംഗ് നടത്തിയത് ആരാണ്? യെസ്, അതാണ് അതിന്റെ പോയിന്റ്. അതായത് അത് പിന്നീടാണ് IDF ഡ്രോൺ വഴി പകർത്തിയെടുത്ത ചിത്രങ്ങൾ വെച്ച് കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വെടിവെച്ചത് ഹമാസിന്റെ ആളുകളായിരുന്നു എന്നുള്ളത് പിന്നീടാണ് തെളിഞ്ഞത്. അതിന്റെ BBCയുടെ ആ ഫാക്ട് ചെക്കിന്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതെ, അതിന്റെ അകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈവനിങ്ങിലാണ് ഷൂട്ട് ചെയ്തതെന്ന്. സംഭവം നടന്ന രാവിലെയാണല്ലോ. അതെ. അപ്പൊ ഫിലിം കൂടി ചിത്രീകരിച്ചെന്നുള്ളത് ടോമിയുടെ വാദമല്ല, BBC ആ റിപ്പോർട്ടിലുള്ള വാദമാണ്. ഓക്കെ, അതിൽ 7ാമത്തെ ഒരു ലിങ്ക്, 7ാമത്തില് അത് ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഫണ്ട് സ്വരൂപിക്കാനുമായി ഹമാസ് പാലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു എന്ന് അന്താരാഷ്ട്ര സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അതിന് ആംനസ്റ്റിയുടെ ഒരു ലിങ്ക് ആയിരുന്നു ആ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മളിപ്പോ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ വേറെ 1-2 ലിങ്ക് കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റു ലിങ്കുകളും പിന്നീട് അത് ചേർത്തു തോന്നുന്നല്ലേ? അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ അതായത് നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ എന്റെ തെളിവുകൾ ഇതാണെന്ന് പറഞ്ഞ് ഞാനൊരു ഒരു ഷീറ്റിൽ തെളിവുകൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്, ഇതിന്റെ സംഘാടകർക്ക്. അപ്പോഴാണ് അവർ പറഞ്ഞ് അവരത് ശരി എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. അവരത് സ്വീകരിച്ചു. മറ്റൊരു കാനഡയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ 2 ദിവസം മുൻപാണ് വീഡിയോ എഡിറ്റിംഗ് നടക്കുമ്പോഴാണ് പറഞ്ഞത്, ടോമി ഇതിങ്ങനെ അയച്ചാൽ പോരാ, നമ്മൾ ഇതിങ്ങനെ ഒരു QR കോഡ് വെച്ചിട്ടാണ് വെക്കുന്നത്, അപ്പൊ ഈ ഇതിലേക്ക് ഇത് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കോപ്പി ചെയ്തിട്ടപ്പോ എന്റെ ഫോൺ വെച്ചാണ് ചെയ്തത്. കോപ്പി ചെയ്തിട്ടപ്പം ഇത് കളം മാറിപ്പോയത് കൊണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിപ്പോയതാണ്. അത് ഞാൻ പിന്നീട് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആംനസ്റ്റിയുടെ സൈറ്റിൽ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആംനസ്റ്റിയുടെ സൈറ്റിൽ പറയുന്നത് ഒരു ചില ആളുകൾ പറഞ്ഞു കാണാൻ ഇരിക്കുന്നത് അതിന്റെ അകത്ത് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണ്, അത് കളവാണ് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ അകത്ത് ഹ്യൂമൻ ഷീൽഡ് ആക്കുന്നു എന്നുള്ള കാര്യം ഉണ്ടല്ലോ. അല്ലെ, ഹ്യൂമൻ ഷീൽഡ് ആക്കുന്നുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളെയും ഹ്യൂമൻ ഷീൽഡ് ആക്കിയിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളാണെന്നുള്ളത് സാമാന്യം മനസ്സിലാക്കാം. പക്ഷെ ഇത് വിമർശിക്കാൻ വേണ്ടി മാത്രം ഇത് എടുക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 2ാമത്തെയും 3ാമത്തെയും ലിങ്കുകൾ കൂടി നോക്കിയാൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും. ഇതൊന്നും വേണ്ട, ഹ്യൂമൻ ഷീൽഡ് ആക്കുന്നു എന്ന് അവരുടെ തന്നെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ നേതാവായിരിക്കുന്ന സമി അബ്ദുൾ സുഹരി പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫാത്തി ഹമാദിന്റെ ഒരു പ്രസംഗം തന്നെയുണ്ട്. ഇതെല്ലാം ഉണ്ട്. പിന്നെ അവർ ഹ്യൂമൻ ഷീൽഡ് ആക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മുമ്പിൽ നിൽക്കുമ്പം ഈ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട്, അതായത് ഈ ലിങ്കിന്റെ അകത്ത് ഈ വാക്കില്ലടാ, ആരടാ നീ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു പറഞ്ഞാൽ അതൊരു ചുമ്മാ ഒരു വോക്കിസം മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ ആളുകൾ വോക്കിസത്തിന്റെ ഇവിടുത്തെ വക്താക്കൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളുകളുമാണ്. കൂടുതൽ ലിങ്കുകൾ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതില്. ഇനി അതുപോലെ മറ്റൊന്ന് ഈ ലിങ്ക് അതില് 15ാമത്തത് ജനങ്ങൾക്ക് വിതരണത്തിന് കൊണ്ടുവന്ന ഭക്ഷണം ഹമാസ് തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിങ്ക്. അതുപോലെ അതിന് സമാനമായ മറ്റൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. 67ാമത്തത് ഗാസയിൽ വിതരണത്തിന് വന്ന 2010 ട്രക്കുകളിലെ 1700 ട്രക്കുകൾ ഹമാസ് കൊള്ളയടിച്ചു എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടിനെയും വെച്ച് അത് ഹമാസ് ആണെന്ന് അതിലെങ്ങും പറഞ്ഞിട്ടില്ല, അവരങ്ങനെ ചെയ്യത്തില്ല, അവരങ്ങനെ കൊള്ളയടിക്കുകയും കരിഞ്ചന്ത വിൽക്കുകയൊന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിലുള്ളതാണ് പറയുന്നത്. ഹമാസ് എന്ന വാക്ക് അതിൽ പറയുന്നില്ല. അത് കള്ളം പറയും.
അത് ശരിയാണ്. ലോകം പറയില്ലേ? അതായത് യുഎൻ ഒരിക്കലും പറയില്ല എന്നുള്ളതിന് കാരണമുണ്ടല്ലോ. പല കാരണങ്ങളും നമ്മൾ ഇതിനോടകം പറഞ്ഞു. ഹമാസിന്റെ എത്രയോ ആളുകളുണ്ട്. മാത്രമല്ല യുഎൻ ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ്. അവർക്ക് ആ പൊളിറ്റിക്കൽ ബോഡിയെ അധികാരത്തിൽ നിലനിർത്തുന്നത് പറഞ്ഞാൽ വോട്ടെടുപ്പിലൂടെയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് പല കാര്യങ്ങളും ഹമാസ് എന്നുള്ള പേര് പോലും പറയാതിരിക്കുന്നത്. പക്ഷെ അവിടെ ആരാണത് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സാമാന്യം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവിടെയുള്ള ആർമഡ് ഫോഴ്സ് ഏറ്റവും എന്ന് വലിയ എഴുതിയിട്ടുണ്ട്. ആർമഡ് ഫോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ആംഡ് ഫോഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് അത് ഹമാസ് അല്ല, ഹമാസിന്റെ എതിരാളികളാണെന്ന്. അപ്പൊ എതിരാളികൾക്ക് ഒരു പേരുണ്ടാവുമല്ലോ ഒരു സംഘടന ഉണ്ടെങ്കിൽ. അപ്പൊ അതൊന്നും ഉം. പറയാൻ പറ്റത്തില്ല. അതായത് ഞങ്ങളല്ലേ എന്നുള്ള ഒരു വാദമാണ്. അതൊക്കെ സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏഹ്. ഇത്തരത്തിലുള്ള വോക്കിസം ഒക്കെ ഉള്ളവർ അത് പറയട്ടെ. അത് അല്ല, വലിയ ഒരു മൈൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടെന്നാണ്. അവിടുന്ന് വരുന്ന വാർത്തകൾ വിടേണ്ടത് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയോ അതല്ലെങ്കിൽ അവിടുത്തെ അലക്സ ടെലിവിഷനും ഒക്കെ ആണല്ലോ. അവര് ആണ്. ഇങ്ങനെ വാർത്ത കൊടുക്കുമോ? ഞങ്ങളുടെ ആൾക്കാർ ഇതേപോലെ കരിഞ്ചന്ത വിൽക്കുന്നു, മോഷ്ടിക്കുന്നു എന്ന്. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പം മതവർഗീയതയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം നടന്നാൽ, ജാതി വിഷയമാണെങ്കിലും ഏതെങ്കിലും ഒരു ബീഫിന്റെ കൊലപാതകമാണെങ്കിൽ എന്ത് നടന്നാലും കൃത്യമായ വാർത്തകൾ വരുന്നതിന് മുമ്പേ അത് ചെയ്തത് ആരാണെന്നുള്ളതിന് സംശയലേശം തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. അതെ, പക്ഷേ അതെ, അത് വാസ്തവമുണ്ട്. ഒരുപക്ഷെ വർഗീയവാദികൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അവരോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കൃത്യമായ തെളിവുകൾ, വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കൂ. അല്ലെങ്കിൽ അയ്യോ ഹമാസ് അങ്ങനെ ചെയ്യും, അവരൊന്നും അങ്ങനൊന്നും ചെയ്യത്തില്ല, അത് വേറെ ഇവിടെ ആരാണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ അതെ, പറയും. ഈ പറയുന്നതിനിടയ്ക്ക് തന്നെ ഒരു 3-4 വട്ടം പറയും ഞങ്ങൾ ഹമാസിനെ ആയിരിക്കുന്നുമില്ല, ഞങ്ങൾ ഹമാസ് തീവ്രവാദികൾ തന്നെ, ഹമാസിനെ ആയിരിക്കുന്നില്ല എന്നുള്ള ഒരു വാചകം ഈ പറയുന്ന കൂട്ടത്തിൽ 3-4 വട്ടം ആവർത്തിച്ച് ഇടയ്ക്ക് പറയുകയും ചെയ്യും. അതെ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇതിന്റെ അകത്ത് ഇത്രയും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് ലോറികൾ ലൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ അകത്ത് അത് ആ. പറഞ്ഞപ്പോഴാ പറയുന്നത്, അതിന്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന കണക്കിലെ നമ്പറും അവർ നോക്കുമ്പോൾ കിട്ടുന്ന കണക്കിലെ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഉം, ഉം, അതെന്താണെന്ന് ഉം. ചോദിച്ചു കഴിഞ്ഞാൽ അതവര് നിരന്തരം അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് അവർ വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നതെന്ന് തോന്നുന്നു. അത് എണ്ണം അതെ. കുറയുകയല്ല കേട്ടോ ചെയ്തത്, കൂടിക്കൂടി വരികയാണ്. അത് കൂടിയല്ലേ? ലൂട്ട് ചെയ്ത ട്രക്കുകളുടെ എണ്ണം കൂടിപ്പോയി എന്നുള്ളതാണ് അവര് പറയുന്നത്. അതൊരു കുഴപ്പമായി. അതും ഒരു കുഴപ്പമായി. ഇസ്രായേൽ ആൾക്കാർ കൊല്ലപ്പെടുന്നതിന്റെ എണ്ണം കുറവായി പോയത് പ്രശ്നമായതുപോലെ. അതെ. ഈ ട്രക്കുകള് കഴിഞ്ഞ ജനുവരിയിൽ ഏതാണ്ട് 60 ട്രക്കുകൾ ആവറേജ് ആണ് പോകുന്നത്. അതായത് ഒരു ദിവസം ഉം. 990 ട്രക്കുകൾ വരെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഉം. ട്രക്കുകൾ ഇങ്ങനെ ലൂട്ട് ചെയ്യപ്പെടുമ്പം ഇസ്രായേൽ അവരുടെ യുഎന്നിന്റെ മുമ്പിൽ വെച്ച ഒരു കാര്യമാണ് ഈ ട്രക്കുകളിൽ GPS സംവിധാനം ഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവര് ഉം. പറഞ്ഞത്, യുഎൻ പറഞ്ഞത് അത് ഞങ്ങളുടെ ട്രക്കുകളല്ല, കോൺട്രാക്ടർമാരുടെയാണ്. ഞങ്ങൾക്കത് ഉം. കഴിപ്പിക്കാൻ അനുവാദമല്ല, അങ്ങനെ നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ അങ്ങനെയുള്ളവരെ കോൺട്രാക്ടർമാരാക്കണം എന്ന് പറഞ്ഞപ്പം അതും പറ്റത്തില്ല. ഉം. കാരണം അങ്ങനെ ഉം. ചെയ്തു കഴിഞ്ഞാൽ ഡ്രൈവർമാരുടെ ജീവന് ആപത്തായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉം. GPS പിടിപ്പിക്കുകയാണെങ്കിൽ ഡ്രൈവർമാരുടെ ജീവൻ ആപത്തല്ലല്ലോ, കുറച്ചുകൂടെ സുരക്ഷിത്വമല്ലേ? കാരണം എവിടെ അതെ. വെച്ചാണ് ഇത് കൊള്ളയടിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതെ. പറയുന്നത് അത് വേണമെങ്കിൽ ഊരി മാറ്റാമല്ലോ, അവർക്ക് തീവ്രവാദികൾക്ക് വേണമെങ്കിൽ ഊരി മാറ്റാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഊരി മാറ്റണമെന്നുണ്ടെങ്കിൽ ട്രക്ക് നിർത്തുന്ന ലൊക്കേഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ, അപ്പൊ അവിടെ ചെന്ന് കണ്ടെത്താമല്ലോ. അപ്പൊ പറഞ്ഞിരിക്കുന്നു, അതും കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, ലാസ്റ്റ് പറഞ്ഞതാണ് അതിൻ്റെ അകത്തെ സത്യം, ഗാസയിൽ ഭക്ഷണ വിതരണം നടത്തണമെന്നുണ്ടെങ്കിൽ ഹമാസിന്റെ കോപ്പറേഷനോട് കൂടി അല്ലാതെ നടത്താൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ വാസ്തവം. അതായത് അതെ. യുഎനും ഹമാസും തമ്മിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് യുഎൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഉൺട്രയുടെ ട്രക്കുകളിൽ നിന്നല്ലേ ഒരുപാട് ആയുധശേഖരങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അതെ, ഇതില് ഈ ഇത് ഈ വിഷയത്തിൽ തന്നെ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗാസയിലെ ഒരു എയ്ഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസ് അവരെ അറ്റാക്ക് ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ. നമുക്കൊക്കെ ഈ ലിങ്കിൽ ഇടാം പിന്നീട്. ആ ആഹ്. അതുപോലെ അത് ഇതിന്റെ ഒരു 20ാമത്തെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചെന്നാൽ, നമ്മൾ ലോക ഉം. സമാധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ് യുഎനും WHO-യും യൂണിസെഫും ഉൺട്രയും ഉം. ഇതെല്ലാം ഉള്ളത്. ഉം. അവിടെ ഉം. ആ സംഭവങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരിക്കുന്ന സാധാരണക്കാർക്ക് കൂടി അവരുടെ പ്രാതിനിധ്യം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ജോലിയൊക്കെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് അതിലേക്ക് അവിടെ ഉണ്ടായിരുന്ന പലസ്തീനി അറബികളെ കൂടി ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ഉൺട്രയൊക്കെ ഈ രീതിയിലേക്ക് വന്നത്. പക്ഷെ ഉം. സംഭവിച്ചത് എന്താണ്? കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മുഴുവൻ ഹമാസ് തീവ്രവാദികൾ മുഴുകേറി. മുഴുവൻ ഹൈജാക്ക് ചെയ്തെടുക്കുന്നു. ഈ ഉം. സമാധാനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഈ സംവിധാനത്തെ തന്നെ നമ്മൾ വിശ്വാസയോഗ്യമല്ലാതെ നശിപ്പിച്ചു കളയുന്നു. ഇതാണ് സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം. ഉം. അതുപോലെ 20ാമത്തെ ലിങ്കില് ഹമാസ് നേതാക്കളുടെ വീടുകളിലേക്ക് നേരിട്ട് യുഎൻ ട്രക്കുകളിൽ സാധനം എത്തിക്കുന്നു എന്നുള്ളതിന് ഒരു ലിങ്ക് കൊടുത്തേക്കുന്നത്. അത് പക്ഷെ നമുക്കിവിടെ ആക്സസ് ഡിനൈഡ് കാണിക്കുന്നുണ്ട്.
അപ്പൊ ആ അതുകൊണ്ടായിരിക്കും അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പം നമ്മൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആ യെസ് വാർത്തയുടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതിന് അവർ മിക്കവാറും പറയാൻ പോകുന്നത് അത് ഇസ്രായേലി സോഴ്സ് ആണെന്നാണ് ആയിരിക്കും പറയാൻ പോകുന്നത്. അതെ അതെ അപ്പോ അതെ. ഹമാസിന്റെ സോഴ്സ് ഉപയോഗിക്കാവുന്നവർക്ക് ഇസ്രായേലി സോഴ്സിനോട് അതാണ് എനിക്ക് ഭയങ്കര മനസ്സിലാവാത്തത്. അനുഭവമാണല്ലോ. ഹമാസിന്റെ സോഴ്സുകൾ 100% വിശ്വസനീയമാണ്. അതേസമയം ഈ ഒരു ഇന്ത്യ പോലെയൊക്കെ ഒരുപാട് ഒരു ജനാധിപത്യ രാജ്യം, ഒരുപാട് ചോദ്യം ചെയ്യാനൊക്കെ ആൾക്കാരുള്ള, പത്രസ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് വരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കാൻ പാടില്ല ഒട്ടും. അടുത്ത മറ്റൊന്ന് 49ാമത്തെ ലിങ്ക് 49 അതിൽ ഹമാസ് അടിച്ചു കൊന്ന പാലസ്തീൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ് അതില് ആ, എന്തോ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് തോന്നുന്നു. കാരണം ഹമാസ് അടിച്ചു കൊന്ന പാലസ്തീൻ റിപ്പോർട്ട് തോന്നുന്നത് അത് ആദ്യം കൊടുത്തിരുന്ന ലിങ്ക് അല്ല ഇപ്പൊ അത് കാണിക്കുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ലിങ്കുകൾ ഇതിൽ വരുന്നത്. എന്തോ ആ അത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എഴുതിയപ്പോഴത്തേക്ക് ഒരു കോളം ഒന്ന് മാറിപ്പോയി. ഒരെണ്ണം മാറിപ്പോയെന്നാൽ പിന്നെ താഴോട്ട് വരുന്ന എല്ലാം ഒരു കോളം മാറി മാറിയാണല്ലോ വന്നത്. അങ്ങനെ പറ്റിപ്പോയത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതേ ഉള്ളൂ. ഇത് ഇവർക്ക് നോക്കുമ്പോൾ തന്നെ ഇതല്ലെങ്കിൽ അടുത്ത ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഇനി അതും അല്ലെങ്കിൽ നമുക്ക് നോക്കാമല്ലോ ഏതെങ്കിലും ആ, അതെ, ആളെ വെറുതെ ഇതുപോലെ ഒന്ന് തന്നെ ഗൂഗിൾ അവർ സെർച്ച് ചെയ്ത് എക്സിക്യൂട്ട് നോക്കിയാൽ പോരെ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ. വാർത്ത ഉണ്ടോ, സംഭവം ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് ആ നോക്കിയാൽ അതെ പോരെ. അത് അത്രേ ഉള്ളൂ. അത് നമുക്ക് ചുമ്മാ ഒരു പണിയുമില്ലാതെ ചെല്ലുന്നവരാണെന്ന് വയ്ക്കുന്നു. ഇനി സത്യം ഞാൻ കണ്ടുപിടിക്കാനാണെങ്കിൽ അത് മതി. ഉം ഉം ഉം. അതുമായിട്ട് പറയുമ്പോൾ ഞാൻ രാകേഷ് ഒരു കാര്യം കൂടി പറയട്ടെ. അതിൻ്റെ അകത്തും ആഹാ. അഭിലാഷ് പറഞ്ഞിരുന്നു ഞങ്ങളുടെ 200 മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേലുകൾ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് ഉം ഉം പറഞ്ഞിരുന്നു ഇസ്രായേലുകൾ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നത് 6 മാധ്യമ പ്രവർത്തകരാണ്. അവരുടെ പേരും കൂടി ഉം ഞാൻ ഉം ഉം വായിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഉം അനസ് ഉം അൽ ഷെരീഫ്, തലാൽ അൽ അരൂരി, അലാഖ് ഉം ഉം സൽമാൻ, ഹൊസാം ഷബാറ്റ്, അഷ്റഫ് അൽ സറാജ്, ഇസ്മയിൽ അബു ഒമർ. ഇവരെ കൊന്നത് അവര് ഹമാസിന് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പൊ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ, ഈ അൽ ജസീറയുടെ ഒരാളും കൂടെ ആയപ്പോഴത്തേക്ക് അത് ഉം 7 ആയി. ഇതാണ് ഞാൻ ഉം ഉം പറഞ്ഞത് 6 പേര് എന്ന് പറഞ്ഞത്. ഉം ഉം. മൊത്തം അവിടെ മരിച്ച റിപ്പോർട്ടർമാരാണ് 189 പേര്. ആ 189 പേരും പലസ്തീനികളല്ല കേട്ടോ. അതിൻ്റെ അകത്ത് 6-7 പേര് ഇസ്രായേലി ഉം. പത്രപ്രവർത്തകരുണ്ട്, വിദേശ പത്രപ്രവർത്തകരുണ്ട്, അവരെല്ലാം കൂടെ ഉണ്ട്. അത് എന്ന് വെച്ചാല് അപകടത്തിൽ മരിക്കുന്നതാണ്. യുദ്ധഭൂമിയിൽ ഉണ്ടാകുന്ന അപകടത്തിൽ വെച്ചാണ്. ഇവർ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നത് ഈ 6 പേര് മാത്രമാണ്. ഉം ഉം ഉം. അതെ. പിന്നെ ഈ സത്യാന്വേഷകരായ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നത് അവർ സംഘികളാണ്, അവർ സംഘപരിവാറാണ്, അവർ ഫാസിസ്റ്റ് ആണ്, അവരുമായിട്ട് ഡിബേറ്റിന് പോകരുത്, അവരുടെ ഡിബേറ്റ് കാണരുത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അത് സ്റ്റാർവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ. സ്റ്റാർവേഷനിലൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ അവസാനം പറയുന്നത് എന്റെ പൊന്നുമക്കളെ അവരുടെ വീഡിയോകളൊന്നും കാണല്ലേ, അവരുടെ ആ ഡിബേറ്റുകളൊന്നും കേൾക്കല്ലേ, അങ്ങനെയുള്ള വീഡിയോകൾ കേൾക്കല്ലേ, കാണല്ലേ എന്ന് ഉള്ളൊരു അഭ്യർത്ഥനയാണ് ഏറ്റവും അവസാനം ഇങ്ങനെ വരുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ അത് ഭയങ്കര സയനിസ്റ്റ് അനുഭാവികളാണ്. അത് ഇവിടെ ഒരു സോഷ്യൽ ഒരു മീഡിയയിൽ അങ്ങനെയാണ് വാദം. ടോമി ഒരു പ്രധാനപ്പെട്ട ഒരു സയനിസ്റ്റ് അനുകൂലിയാണ്. എന്താണ് ഇങ്ങനെ അത് സയനിസ്റ്റിനെ എപ്പോഴും സയനിസത്തെ അത് എപ്പോഴും ഇങ്ങനെ ഏതായാലും ഈ ന്യായീകരിക്കുന്നത്? വീഡിയോ ആദ്യം വന്നത് നന്നായി. കാരണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നെ ഇവര് മറ്റേ സംഘപരിവാർ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കുവേ ആഹാ. ഇതൊരു മുൻകൂർ ജാമ്യമായിട്ട് ഇരുന്നോട്ടെ. കാരണം ഇവൻ സംഘപരിവാറിന്റെ ആളാണെന്ന് നേരത്തെ പറഞ്ഞു വെക്കുവാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന അടി ഇച്ചിരി കുറഞ്ഞിരിക്കുമല്ലോ. ഞാൻ കാനഡയിൽ വെച്ച് നടത്തിയ ഒരു പരിപാടി അത് ആ, ഒരു വരാനുണ്ടോ? ഹിന്ദുത്വ വിമർശനമാണ്. കഴിഞ്ഞ വർഷം ഹിന്ദുത്വ അയ്യ. വിമർശനം നടത്തിയതിന്റെ പേരിൽ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായതാണ്. പിന്നെ അപ്പൊ അതെ. ഇപ്രാവശ്യം ഞാൻ സംഘപരിവാറിന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ അടി 2 കുറച്ചല്ലേ കിട്ടുള്ളൂ. അത് നന്നായി. അതെ 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 അതെ. പിന്നെ നമ്മളിപ്പോ ഈ വിഷയത്തിലൊക്കെ എത്ര കണ്ട് സംസാരിച്ചാലും, എത്ര ഫാക്ട് ചെക്ക് നടത്തിയാലും, എത്ര ലോജിക്കൽ തിങ്കിങ് നടത്തിയാലും അവസാനം വീണ്ടും ആ ഒരു വാദങ്ങളിലേക്ക് പോവും. ആഹ് നിസ്സഹരായ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും വെടിവെച്ച് കൊല്ലുന്ന, വിശന്ന് വലഞ്ഞു നിൽക്കുന്ന, അന്നത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ തലയ്ക്ക് നേരെ വെച്ച് വെടിവെക്കുന്ന, പാൽമണം മാറാത്ത പറക്കമുറ്റാത്ത കുട്ടികളെ കൊന്നുകളയുന്ന, അങ്ങനെ ഈ നൃശംസതയെ എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും? എന്ത് മാനവീയ വിരുദ്ധരാണ് നിങ്ങൾ എന്നൊക്കെ ഉള്ള ആ കഥാപ്രസംഗം ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടി ഫാക്ട് ചെക്കിങ് നടത്തി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നോണ്ട്, ഇതിനൊക്കെ ഇത്രയും സമയങ്ങളൊക്കെ കളയുന്നോണ്ട് എന്തോ ഗുണം ടോമി പോലുള്ളവർക്ക്? അതാ ഞാൻ ആലോചിക്കുന്നത്. അതൊരു ചോദ്യമാണ്. അതായത് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത്. 48 ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം ഇസ്രായേലില് ലോകോത്തരങ്ങളായിട്ടുള്ള 10 യൂണിവേഴ്സിറ്റികളുണ്ട്. അവര് ഉം. ശാസ്ത്ര മേഖലകളില്, സാങ്കേതിക മേഖലകളില്, എനർജിയുടെ മേഖലകളില്, ദുരിതാശ്വാസത്തിന്റെ മേഖലകളില്, കാർഷിക അഭിവൃദ്ധിയുടെ മേഖലകളിൽ, ഇങ്ങനെ അവര് മെഡിക്കൽ സയൻസ്, മെഡിക്കൽ ടെക്നോളജി, ഇങ്ങനെ എല്ലാ മേഖലകളിലും അവർ ലോകത്തിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിട്ടുള്ള നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ അവർ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിന് ഉം. സാധിക്കുന്നത്? കാരണം അവിടെ അവർ റിസർച്ച്, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നടത്തണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം വരത്തുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ അതിനെക്കുറിച്ച് 2 വ്യക്തമായ വർഷം ഒരു പോസ്റ്റ് ഒരിക്കൽ ടോമി ഇട്ടിരുന്നല്ലേ?
ഞാൻ ഇസ്രായേലിന്റെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇസ്രായേൽ നടത്തിയ ഇൻവെൻഷൻസിനെ കുറിച്ച് മാത്രമായിട്ട് എഴുതിയിരുന്നു. കുറിച്ചൊക്കെ ഒരു ആ അത് മുഴുവൻ ഞാനിപ്പോ പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞ ഇത്രയധികം ഇൻവെൻഷൻ നടത്തിയിരിക്കുന്ന ഒരു രാജ്യത്തിന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവേഷണത്തിന് കൊടുക്കുന്ന ഫണ്ട് അവർ 4-1 വെട്ടി ചുരുക്കേണ്ടി വന്നു. കാരണം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഒരു യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ ഗുണകരമാകാവുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക ടെക്നോളജിക്കലായിരിക്കുന്ന എല്ലാ മുന്നേറ്റത്തെയും തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഹമാസിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ അവരാണ് നീതി, അല്ലെങ്കിൽ ഇസ്രായേൽ അനീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങളെ കൂടുതൽ അവർക്കെതിരായിട്ട് നിർത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആഗോള സമൂഹത്തിന് തന്നെ മുന്നേറ്റം ഉണ്ടാക്കാവുന്ന ശാസ്ത്ര ഗവേഷണങ്ങൾ മേഖലകളെ തന്നെ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഒരു വലിയൊരു പ്രശ്നമാണ്. നേരെ മറിച്ച് മറുഭാഗത്ത് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഈ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഗവേഷണ മേഖലകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അവരാകെ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു 25-ലധികം തീവ്രവാദി സംഘടനകളാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം ഡയറക്റ്റ് ഇസ്രായേലിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നവര്. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ ഉള്ളവരും ഉണ്ട്. അപ്പം ഇവിടെ ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്നവരാണോ ജയിക്കേണ്ടത്? ഇസ്രായേലിന്റെ പക്ഷമാണോ ജയിക്കേണ്ടത്? ഇസ്രായേലിനെതിരായിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനകളാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മുഴുവൻ ഉപകാരത്തിലേക്ക് പോകാവുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇത് പറയുമ്പോൾ മിക്കവാറും ചാടി പറയുന്നത്, അവര് കണ്ടുപിടുത്തം നടത്തി, ഗവേഷണം നടത്തി, അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, അതുകൊണ്ട് മനുഷ്യനെ തലയ്ക്ക് നോക്കി വെടിവെക്കാമെന്നാണോ നീ പറയുന്നത് എന്നായിരിക്കും അത് ചോദിക്കാമെന്ന്. അതല്ല, അതൊക്കെ എന്താണ്, ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും ഇതായിട്ട് ഭയപ്പെടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുണ്ടാകുന്ന എല്ലാ പുരോഗതിയും തടസ്സപ്പെടുത്തുക. ഇപ്പൊ ഈ 2000-ന് ശേഷം മാത്രം ഇസ്രായേലില് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തിൽ മാത്രം 6 നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എക്കണോമിക്സിൽ 3 നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങൾ, ഈ ആക്രമിക്കാൻ വരുന്ന ലെബനോൻ ആവട്ടെ, ജോർദാൻ ആവട്ടെ, സിറിയ ആവട്ടെ, ഇറാഖ് ആവട്ടെ, ഇറാൻ ആവട്ടെ, ഇവിടങ്ങളിലൊക്കെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? അവിടെ കുറെ ഐസിസ് ഉണ്ടായിട്ടുണ്ട്, ഹിസ്ബുള്ള ഉണ്ടായിട്ടുണ്ട്, ഹൂത്തി ഉണ്ടായിട്ടുണ്ട്, ജനീം ബ്രിഗേഡ് ഉണ്ടായിട്ടുണ്ട്, കസം ബ്രിഗേഡ് ഉണ്ടായിട്ടുണ്ട്, ബദൂവിയൻ ബ്രിഗേഡ് ഉണ്ടായിട്ടുണ്ട്, ഫൈദിൻ ബ്രിഗേഡ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കുറെ തീവ്രവാദ സംഘടനകൾ. അപ്പൊ ഇതിലേതാണ് നീതി? അല്ലെ? ഇതിൽ പറയുന്ന ഹമാസിന്റെ തീവ്രവാദികൾക്ക് ശമ്പളം കൊടുത്താണ് അവർ വിൽക്കുന്നത്. അപ്പൊ ഇന്നാളൊരു വാർത്ത ഉണ്ടായിരുന്നു, തീവ്രവാദികൾക്ക് കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ കയ്യിൽ കാശില്ല, കാശ് തരണം എന്നും പറഞ്ഞുകൊണ്ട് അവർ മറ്റു പല രാജ്യങ്ങളുടെ അടുക്കൽ, ഇസ്ലാമിക രാജ്യങ്ങളുടെ അടുക്കൽ ചോദിക്കുന്നു. അപ്പൊ അവർക്ക് എവിടുന്നാണ് പണം കിട്ടുന്നത്? ഇതേപോലെയുള്ള പാവപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും ഒക്കെ വിറ്റുകൊണ്ടാണ് മനുഷ്യരുടെ സഹാനുഭൂതി, കരുണ എന്നുള്ള കാര്യങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തീവ്രവാദം വളർത്തുക. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ലോകത്തിന് ഉണ്ടാകും എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തത്. മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ ഇരകളാവുന്നത് പാലസ്തീന ജനങ്ങൾ തന്നെയല്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെ മാനവിക പക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തി എവിടെ നിൽക്കണം, എവിടെയാണ് നീതിയുടെ പക്ഷം എന്നുള്ളത് ടോമിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പലസ്തീനൊപ്പം നിൽക്കുക സാധ്യമല്ല. പലസ്തീൻ എന്ന് പറഞ്ഞ പലസ്തീനികളല്ല കേട്ടോ. പലസ്തീൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇപ്പം ആരാണോ ഓൺ ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്നത് അവരെയാണ് നമ്മൾ പറയുന്നത്. എന്ന് പറയുമ്പം ഇവിടെ ഹമാസ് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. മറുവശത്ത് വെസ്റ്റ് ബാങ്കിലൊക്കെ ആണെങ്കിൽ ഫത്ത എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. പക്ഷെ അവരൊക്കെ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തിലേക്ക് കുറെ കൂടി വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിന്ന് ടോമിയോട് ചോദിച്ചറിയാൻ ഉണ്ടായിരുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? മറ്റു പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, ഈ സംവാദം ഇറങ്ങിയതിനു ശേഷം ഒരാഴ്ചയായിട്ട് കണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത്ര സമയം സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു രാകേഷ്, താങ്ക് യു എസൻസ്.